ഭാരത് ബെൻസ് ഫ്രെയിമേയും അതുപോലെ തന്നെ വലിയ വണ്ടികൾ ടോർച്ചും ടിപ്പറൊക്കെ പണിയണേ ആൾ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഫോട്ടോ എടുത്തിട്ട് സെയിം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈഡ്രോളിക് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഇത് കേബിളും പൊട്ടിപ്പോയി. അപ്പോൾ ഇതിനുള്ള ടൂളൊക്കെ ഇനി സെപ്പറേറ്റ് വേണം. ഡ്രൈവർ രാജേഷ് കയറുകയാണ്. എത്ര പ്രാവശ്യം ഓടിച്ചിട്ട് ഇനി പുറത്തേക്കൊക്കെ ഇറക്കാന്നുള്ള ഹൗസിങ്ങിന്റെ ഓയിലാണ് നോക്കണം. ഇതിൽ എത്ര ഭാഗത്ത് നോക്കാണ്ട് അവരിപ്പോൾ ബോണറ്റ് തുറക്കാൻ എവിടെയെങ്കിലും ഒരു ബട്ടൺ ഉണ്ടാവില്ലേ പിടിച്ച് വലിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ അറിയാം? ഇതിന്റെ ഡയഫ്രം പോയിരിക്കുകയാണ്. അപ്പം കിടക്കണം പഴയത് പുതിയത് രണ്ടെണ്ണം. ഇത് ലീക്കല്ല ഈ പൈപ്പ് പൊട്ടിപ്പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. രാവിലെ തന്നെ ഇറങ്ങാൻ കാരണം ഇന്നലെ ഞാൻ നെസ്റ്റോയിൽ സാധനങ്ങൾ മേടിക്കാൻ വന്ന സമയത്തില്ലേ വൈകുന്നേരം 10-11 മണിയായിരുന്നു. അപ്പോൾ അടയ്ക്കണ സമയമായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോൾ 2-3 ടീഷർട്ട് മേടിച്ച സമയത്ത് അത് എടുക്കാനായിട്ട് നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇന്ന് രാവിലെ 9 മണിയായപ്പോഴേക്കും നെസ്റ്റോ തുറന്ന് ഓടി വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. സംഭവം അവർ മറന്നു വെച്ചിട്ടുള്ള കാരണം തന്നെ അവരവിടെ നോക്കി കഴിഞ്ഞപ്പോൾ സാധനം ഇരിക്കണ കണ്ടു, നമുക്ക് എടുത്ത് തന്നു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം വണ്ടിയുടെ അത് മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർ കയറ്റണത് ഞാനാണ്. ഈ ചാവി എൻ്റെ കയ്യിലാണ്. അപ്പോൾ ചാവി എൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ ചെന്നിട്ട് വേണം ഇനി നമുക്ക് ഇത് ചെയ്യാനായിട്ട്. എന്താ പറയുക, എയർ കയറ്റിയിട്ട് ആ സാധനം മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ തേപ്പ് പണിക്കാർ വന്നതായിരുന്നു. 3-4 ദിവസമായിട്ട് തേപ്പ് പണിക്കാർ വരും തിരിച്ചു പോകും. ഒന്നുപോലെ ഹെൽപ്പർ വരില്ല, അല്ലെങ്കിൽ മെയിൻ ആൾ വരില്ല, 2 പേരിൽ ഒരാൾ വരില്ല. അപ്പോൾ അത് കാരണം അവർ ഇപ്പം ഇന്നും 2 പേര് വന്നിട്ട് തിരിച്ചു പോകുന്നു പറഞ്ഞു. പണികളും കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോൾ ഇനിയിപ്പോൾ മെക്കാനിക്കലിൻ്റെ ആ പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ ഗോപിയേട്ടൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് മറ്റേ പണികൾ, അതായത് ഗ്ലാസ് വൈൻഡർ കയറുന്നില്ല, പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഒരു തുറക്കണ സാധനത്തിൻ്റെ ഹാൻഡിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശരിയാക്കണം. പിന്നെ ഉണ്ടല്ലോ ഒരു അല്ലറ ചില്ലറ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ ഞാൻ നെസ്റ്റോന്ന് സാധനം മേടിച്ച് നേരെ അങ്ങടേക്ക് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ MLA റോഡ്. ഇത് തൃശ്ശൂർ വല്ല ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂങ്കുന്നത്തുനിന്ന് നേരെ നമ്മുടെ വിയൂർക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടവഴിയാണ്. അപ്പോൾ ഈ വഴിക്ക് കട്ട് ചെയ്ത് ഈ വഴിക്ക് പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എത്താൻ പറ്റും. മറ്റേ പൂങ്ങുന്ന പാലം അതേപോലെ തന്നെ പാട്രാക്കിൽ അങ്ങോട്ട് നമ്മൾ ഈ വഴിക്ക് അങ്ങോട്ട് കയറി ഇറങ്ങുമ്പോഴേക്കും ഇല്ലേ 1 മണിക്കൂർ സമയം പോകും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതിലേ വന്നത് സ്കൂൾ ടൈം ഈ സമയത്തൊക്കെ ഇതിൽ വരുന്ന സമയത്തേ ഭയങ്കര തിരക്കാവും. പക്ഷേ ഈ ഒരു വഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ ശോഭാ സിറ്റിയുടെ ബാക്ക് സൈഡിലേക്ക് വരും അത്. അപ്പോൾ നേരെ നമുക്ക് വണ്ടി പണിയുന്ന സ്ഥലത്തേക്ക് വിടാം കേട്ടോ. വന്നപ്പോൾ തന്നെ വണ്ടിയിൽ എയറും കാര്യങ്ങളൊക്കെ കയറ്റിട്ടോ, ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടു, അതുപോലെ തന്നെ എയറും കാര്യങ്ങളൊക്കെ കയറ്റി. ഇനിയിപ്പോൾ 9 വരെ എയർ കയറിയിട്ടുണ്ട്. എയറിൻ്റെ മറ്റേതൊക്കെ ഇറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ വീണ്ടും എയർ സംഭവം കയറ്റിയിട്ടു. ഇതാണ് കേട്ടോ ഡയഫ്രം എന്ന് പറയുന്ന സാധനം. അതായത് ഇപ്പോൾ നമ്മളൊരു ബൂസ്റ്റർ കാണിച്ചതില്ലേ, ബൂസ്റ്ററിൻ്റെ ഉള്ളിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്. ഈ സാധനത്തിന് വല്ല ലീക്കോ അതായത് കണ്ടത് ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ടാണ്. ഈ സാധനത്തിന് വല്ല കംപ്ലൈൻറ്റ് വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എയർ ലീക്കാവുന്നത്. എയർ ലീക്കായിട്ട് നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടില്ലാത്ത പരിവാവുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പുതിയത് ഫ്രഷ് സെറ്റ് ചെയ്തിട്ടുള്ള സാധനം അങ്ങനെ തന്നെ നമ്മൾ മേടിക്കുക ചെയ്തത്. ഇതിന് തന്നെ 580 റുപ്യ കൊണ്ട് വിലയുണ്ട് ഈ ഒറ്റ ഇതിന്. അപ്പോൾ നിലവിൽ ആൾ ഉള്ളിൽ മറ്റേ ബ്രേക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നോട് ഉള്ളിലിരിക്കാൻ പറയുക, ആവശ്യം വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടണം വിടണം, ബ്രേക്ക് ചവിട്ടണം വിടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആൾ പറയുന്നത് ശ്രദ്ധിച്ച് വെക്കണം. അല്ലെങ്കിൽ ആൾ പറയുമ്പോൾ നമ്മളിവിടെ വേറെ വല്ല ശ്രദ്ധയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടൽ ഉണ്ടാവില്ല. ആളവിടെ ഇരുന്ന് പ്രാന്തം. അപ്പോൾ നിലവിൽ ആൾ പറയുമ്പോൾ ബ്രേക്ക് ചവിട്ടിട്ട് കേട്ടോ. ഗായ്സ് നമ്മളുടെ എയറിൻ്റെ സംഭവം ഇത് മാറ്റി, 2 ബൂസ്റ്റർ മാറ്റി ബാക്കിലത്തെ ഫിറ്റ് ചെയ്തു കേട്ടോ. അതേ കാണുന്ന 2 അഴിച്ചു, കണ്ടതേ കിടക്കണം പഴയത് പുതിയത് 2 വെച്ചു. ഇതാണ് 2 വെച്ചത്. അപ്പോൾ നോക്കി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണം ഇവിടെ വേറെ ഏതൊരു പൈപ്പ് ലീക്ക് ഉണ്ടെന്നാണ് തോന്നണത്. ബാബട്ടൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അവിടെ ഇത് ലീക്കല്ല, ഈ പൈപ്പ് ഇത് പൊട്ടിപ്പോയി. അതാണ് അപ്പോൾ എയർ കയറാത്തതല്ല, കയറിയപ്പം ഇറങ്ങി പോണത് അല്ലേ, ചവിട്ടുമ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പൈപ്പ് കൂടി ഒന്ന് മാറണം. പിന്നെ ഇനി വന്നിട്ടും ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഫുള്ള്. ഈ എയർ ബ്രേക്ക് ആകുമ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് അടച്ചു വരുമ്പോൾ മറ്റേ സ്ഥലത്തെ ലീക്ക് കാണുക. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് മാറ്റി വേറെ പുത്തനിട്ടു. അപ്പോൾ നോക്കി വന്നപ്പോൾ ഉണ്ട് ഫ്രണ്ടിലത്തെ നമ്മുടെ ബൂസ്റ്റർ ഉണ്ടല്ലോ, അതേ കാണുന്ന ബൂസ്റ്റർ, ഈ ബൂസ്റ്ററിൻ്റെ കിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ നിലവിൽ ഇതും കൂടി ഒന്ന് അഴിച്ചു നോക്കണം. ഇനിയിപ്പോൾ ഇത് അഴിച്ചു നോക്കുമ്പോഴാണ് അറിയുള്ളൂ ഇനി അപ്പുറത്തെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്ന് ഇനി ഭംഗിയായിട്ട് അഴിച്ചു നോക്കണം കേട്ടോ. ആ സമയത്താണ് മനസ്സിലാവുള്ളൂ എല്ലാം പോയിട്ടുണ്ടോ എന്നുള്ള സംഭവം. ഈ സൈഡിൽ നോക്കി നോട്ടെ, ഈ സൈഡിലത്തെ സംഭവം എന്താവും എന്നുള്ളത് അറിയില്ല. എന്തായാലും അത് നോക്കിയതിന് ശേഷം ഇവിടെ നോക്കാം. പിന്നെ അതായത് ഇവിടെ പവർ സ്റ്റിയറിങ്
ഇന്നലെ നമ്മുടെ അഴിച്ചു കൊണ്ടുപോയിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇവിടുന്നാണ് മറ്റേ സംഭവം അഴിച്ചു കൊണ്ടുപോയിട്ടുള്ള ക്യാബിൻ പൊക്കുന്ന സാധനം. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു, നമുക്ക് പൊക്കി വെച്ചിട്ട് നോക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നിലവിൽ അത് കൊണ്ടുപോയാലും ക്യാബിൻ പൊക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യാനുണ്ടോ മെക്കാനിക്കൽ ഭാഗം അത് മൊത്തം എന്തായാലും ചെക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്തായാലും പണികൾ വരുന്നെങ്കിൽ അത് വെച്ചിട്ട് ഈ അകലം വഴിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ വെച്ച് വഴിയിൽ നിന്ന ദിവസങ്ങളോളം കിടക്കുന്നതിൽ എത്ര നല്ലതാണ്. ഇപ്പോൾ കയ്യോടെ പണി വെച്ച് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇത് നോക്കട്ടെ എന്തായാലും. നമ്മൾ ഈ സാധനം അഴിച്ച് ഊരി എടുത്തു കേട്ടോ. ഊരി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു, ഇതിൻ്റെ ഡയഫ്രം പോയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡയഫ്രം മേടിച്ച് കൊണ്ടുവന്നിട്ട് വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡയഫ്രം നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും വണ്ടിയിൽ കൊടുത്ത് വിടും. സൈലൻസിൻ്റെ അവിടുത്തെ ബെൻ്റൊക്കെ ഉണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തലയിടുമ്പോഴാട്ടോ പല കാര്യങ്ങളും നമ്മുടെ വസ്തുക്കെ ആയിട്ട് ഭയങ്കര വ്യത്യാസം. അതേപോലെ സൈലൻസർ ആയാലും എല്ലാ സംഭവവും ഞാൻ ഓരോന്നിങ്ങനെ തലയിടുമ്പോൾ ഓരോന്ന് കാണുന്ന സമയത്തേ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഇനിയപ്പോൾ നേരെ ഇത് വരാനായിട്ട് ഒരു അരമണിക്കൂറിൻ്റെ മുകളിൽ സമയം എടുക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയി നനച്ചിട്ട് വരാം. പിന്നെ അതുപോലെ കംപ്രസർ രണ്ടെണ്ണം വണ്ടിയിലേക്ക് കയറ്റി വയ്ക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കൊടുക്കേണ്ടതല്ല. അത് നമ്മൾ ഇന്നലെ സാധനം കൊണ്ട് വന്നപ്പോൾ ഇതവിടെ തിരിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് 5000 രൂപ കിട്ടുന്നത്. അല്ലെങ്കിൽ 5500 ഇത് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപയും കൂടി തിരിച്ച് കിട്ടും. അപ്പോൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലൊക്കെ കിട്ടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നിലവിൽ നമ്മൾ ഇതവിടെ കൊണ്ട് കൊടുത്ത് അവസാനിപ്പിക്കണം. നമ്മൾ വീട് പണിയുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. നമ്മളുടെ കിറ്റാച്ചി ഇതേവരെ കൊണ്ടുപോയിട്ടില്ല. ഇന്നലെ ഇവിടെയാണ് ഇട്ടിട്ട് പോയത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വേറെ വല്ല പണി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അല്ലാണ്ട് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുവന്ന് അവൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, വീണ്ടും അവിടെ കൊണ്ടുവന്ന് ഇറക്കി വീണ്ടും കയറ്റാൻ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടിട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ പണി വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ കാരണം ഇവിടെ ഇട്ടതാണ് കേട്ടോ. പിന്നെ എനിക്ക് വർത്തമാനം പറയുമ്പോൾ രക്ഷയിൽ തൊണ്ട ഭയങ്കര വേദനയായി തുടങ്ങി ഗൈസ്. ഒരു കുറേ ദിവസങ്ങളായി തൊണ്ടവേദന. രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ചുമ. രാത്രി മാത്രം ചായ ചുമ, പകലൊന്നും ചുമയില്ല. അപ്പോൾ ആദ്യം അലർജി എന്തോ സംഭവമാണ്, എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാലും ഇനി ഒന്നോടെ ഇന്ന് ഡോക്ടറെ കണ്ടുവരുമെന്ന് തോന്നുന്നു. നെഞ്ഞൊക്കെ ചുമച്ച് വേദന എടുത്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ന് പണിക്കാർ വന്നു കഴിഞ്ഞിട്ട് ഇവർ 2 പേര് വന്നു. 2 പേര് കാണണില്ല. പകുതി ദൂരം വരെ വന്നപ്പോൾ കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാർ ഫോൺ ചെയ്ത് നോക്കി. അപ്പോൾ ഫോൺ ചെയ്ത് നോക്കിയിട്ടും ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയണത്. അപ്പോൾ ആ 2 പേരായിട്ട് പണിയണില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നും പോയി. എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് ഒരാഴ്ചയുടെ മുകളിലായി. ഇപ്പോൾ 2 ആഴ്ച ആവാനാണ് പോണത് ഇവിടെ തേപ്പ് ഇട്ടിട്ട് പോയിട്ട്. ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് വരും. ഇടയ്ക്ക് വന്നവർ കുറച്ച് ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്കതിൽ ഇവിടെ ഈ നനയ്ക്കാൻ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 2 പ്രാവശ്യം വെച്ച് നനയ്ക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ചിലവാണ്. ഇവരുണ്ടെങ്കിൽ ഇവർ തന്നെ അത് നനച്ച് പോകും. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ടി പിന്നെയും വരുന്നത് ഇരട്ടി പണിയായി. ഒറ്റയടിക്ക് തീർന്ന് പോകുകയാണെങ്കിൽ കുഴപ്പമില്ലേ. അപ്പോൾ നിലവിൽ നമ്മളുടെ കല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കുത്തി പൊട്ടിച്ചതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ക്ലീനായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഗേറ്റ് വെക്കണമെങ്കിൽ കല്ല് കെട്ടണമെങ്കിലൊക്കെ കറക്റ്റ് ഇങ്ങനെ പൊന്തി നിൽക്കാത്തതുകൊണ്ട് ക്ലിയറായി. പിന്നെ നമ്മുടെ അവിടെ കാണുന്ന ആ ഒരു കല്ലും പൊട്ടിച്ചതുകൊണ്ട് തന്നെ അതും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് കെട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ തടസ്സമായി നിന്നേനെ അത്. അപ്പോൾ ആ കല്ലും നിലവിൽ പൊട്ടിച്ചു. അപ്പോൾ അത് രണ്ടും പൊട്ടിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള കല്ലുകളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതാക്കി പണിയാനുള്ള പാകത്തിന് എല്ലാം അതും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഉള്ളിൽ ഞാൻ നനച്ച് കഴിഞ്ഞു ഫുള്ളായിട്ട്. ഇനി പുറത്തൊന്ന് വെള്ളം അടിക്കണം. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് വേണം നേരെ അവിടെ വീട് പണിയുന്ന സ്ഥലം വരെയൊന്നും പോകണം അപ്പുറത്ത്. അപ്പോൾ അവിടെയെങ്കിലും പോയി വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു വണ്ടിയുടെ സാധനങ്ങൾ വരും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിറ്റിങ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപിയുടെ അവിടെ കൊണ്ടുവരുള്ളൂ. അങ്ങനെ ഓരോ തിരക്ക് കാരണം എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് ഈ മെയിൻ ഇതൊക്കെ ഒരു സുഖമില്ലാത്ത കാരണം മൊത്തത്തിലൊരു അസ്വസ്ഥതയും കൂടി ഉണ്ട് ഗൈസ്. അത് നോക്കിയിട്ട് കാര്യമില്ല, കാര്യങ്ങൾ നടക്കണ്ടേ. ഞാനിവിടെ കടയിലൊരു കാന്താരി എന്നിട്ടത് കാന്താരി സോഡ അല്ലേ, ഇതാരും കാണാണ്ട് കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദേ എവിടെന്നോ ഒന്ന് ചാടിയാക്കണം. എന്തൊരു കഷ്ടടേ, എന്നെ ഒരു സാധനം തിന്നാൻ വിടില്ല നീ. എന്നെ മുടിപ്പിക്കാനായി വന്നു എന്ന് പറഞ്ഞ പോലത്തെ കേസായിട്ടത് അല്ലേ. അല്ലെങ്കിൽ ഇപ്പം എവിടെ കിടന്നവനാ നോക്കുക, ഇവിടേക്ക് ഓടി വരേണ്ട വല്ല ആവശ്യം ഉണ്ടോ അവന്? മണടിച്ച് ഞാൻ വന്നിട്ടുണ്ടെന്നുള്ളതല്ലേ. നമുക്ക് വണ്ടിയുടെ അടുത്ത് പോവാം, എന്തായാലും നോക്കാം. കുറേ നേരമായി ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്. നീ കല്ല് വെച്ചിട്ട് വന്നു അതിൻ്റെ ഗ്യാപ്പിൽ. നീ അരിക്കാശിന് പറഞ്ഞിട്ട് വന്നു. ഞാനിവിടെ അരിക്കാശിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് പേടിച്ചിട്ടാണ് നിൽക്കണത്. ഇപ്പം അത് കാരണം ഇതിന് ജ്യൂസിനുള്ള പൈസ ആയിട്ടുള്ളൂ, ജ്യൂസിനും കപ്പലുണ്ടെങ്കിലും. ഇനിയിപ്പോൾ എന്നെ പണിക്ക് വിട്ട് ജീവിക്കുമെന്ന് പറയണത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പിടിയില്ല എൻ്റെ പ്രദീപ്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ബാ, അവിടെ എന്തായാലും നോക്കാം. എന്തായാലും ഗായ്സ് ഇങ്ങോട്ട് വന്നത് നന്നായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാങ്ങൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇന്നലെ അതുപോലെ തന്നെ ചക്ക കണ്ടപ്പോൾ നിതയ്ക്ക് ചക്ക എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ എവിടെ നിന്ന് കിട്ടാനെന്ന് ഞാൻ ആലോചിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാവുമ്പോൾ മാങ്ങയായിട്ടുണ്ട്, അപ്പുറത്ത് ചക്ക ആയിട്ടുണ്ടായിരുന്നു. രണ്ടും പൊട്ടിച്ച് വണ്ടിയിൽ എടുത്തു വെച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ചക്ക മാങ്ങ എങ്ങനെ വേണടാ, എനിക്ക് ആവശ്യമില്ല. അതെ. അപ്പൊ പ്ലാവിന്റെ കാര്യം പറഞ്ഞ പോലെ പ്ലാവിന്റെ ഇല വെട്ടട്ടെ എന്ന് ചോദിച്ചതായിരുന്നു ആൾക്കാർ.
അപ്പൊ ഇല വെട്ടിക്കോ എന്ന് പറഞ്ഞപ്പോ പ്ലാവില്ല, ഈ കൊല്ലം ചക്കില്ലാണ്ടായി. അതുകൊണ്ട് എന്തായി പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ വണ്ടിയുടെ പണി എന്തായെന്നുള്ളത് നോക്കാം. ഇവിടെ ഇത്രയും വണ്ടി കിടന്നിട്ട് എന്താ നമുക്ക് ഓട്ടില്ല എന്ന് പറയണ. പക്ഷേ വണ്ടി തിരക്കൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. 2 ദിവസം നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇന്നത് കാരണം പറഞ്ഞു. അതായത് ഒന്നാലാശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളഞ്ഞിട്ട് പുറത്ത്, അതാണ് ശരിക്കും പറഞ്ഞ വണ്ടിയുടെ ഓട്ടം എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും നല്ല ഓട്ടമായിരുന്നു, ഇന്ന് ഓട്ടമില്ല. ഇന്നിപ്പോ വണ്ടിയും കുറവാണ് പൊതുവെ, തിരക്കുള്ള വണ്ടികളില്ല. ഉണ്ടെങ്കിൽ പുറത്തൊക്കെ നിറച്ച് വണ്ടികളാവും. ഉച്ച കഴിഞ്ഞ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഗോപിയേട്ടൻ അവിടേക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഗോപിയേട്ടൻ അവിടെ കൊണ്ടിടാം. ഗോപിയേട്ടൻ അപ്പോൾ മരിച്ച സ്ഥലത്ത് എവിടേക്ക് വീണ്ടും പോകണമെന്നാണ് പറഞ്ഞത്. പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് പണി തുടങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗോപിയേട്ടനോട് ഞാൻ നേരത്തെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. ഗോപിയേട്ടന് ആ ഒരു വണ്ടി കിടക്കണമുണ്ട്, ആ വണ്ടി ഇറങ്ങി പോയിട്ട് വേണം. അപ്പോൾ എന്തായാലും നേരെ പണി കഴിഞ്ഞ് ഈ വണ്ടി എടുത്ത് വരാം. ആദ്യകാലം മുതൽ തന്നെ വർക്ക്ഷോപ്പ് അതുപോലെ വീട് പണി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല. അതേ നമ്മുടെ 2 ഇത് കിടക്കണണ്ടാ ഈ സിലിണ്ടർ. മാറ്റി അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ വേറൊരു പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ, ഇത് മാറ്റി. പിന്നെ ഇവിടെ വേറെ വീണ്ടും ഇവിടെ ഡയഫ്രം ഇല്ലേ, ഡയഫ്രം അതും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റേ ക്രാങ്ക് കേസിൻ്റെ ഇത് ടൈറ്റ് ചെയ്തോന്ന് മാത്രം ചോദിച്ചാൽ മതി. ചോദിച്ചു നോക്കാം. നെറ്റ് ലൂസ് പോലെ എങ്ങനെ തോന്നണ്ടാ? അതെ അല്ലേ. അപ്പോൾ ആ സൈഡിലെ പേസ്റ്റ് പോയതായിരിക്കും. അപ്പോൾ സാധാരണ വണ്ടികൾക്കൊക്കെ ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ. ക്രാങ്ക് കേസിൻ്റെ ഇതിൽ പശ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണ മോഡലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും സൈഡിൽ പശ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെറുതായിട്ട് അവിടെ ഒരു കിനിച്ചിൽ വരും. അപ്പോൾ നിലവിൽ നോക്കിയപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ചെറുതായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ സാധനം ഒന്നുകൂടെ ടൈറ്റ് ചെയ്താൽ ശരിയാവും. ഇനിയിപ്പോൾ സൈഡിൽ പശ തേച്ച് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഴിച്ചെടുത്തിട്ട് മൊത്തത്തിൽ പശ ഇട്ടിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സൈഡ് മാത്രം ആയതുകൊണ്ട് ടൈറ്റിങ് ലേശം കുറഞ്ഞ് പോയതാവും. ഫുൾ ടൈറ്റ് ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞാൽ നോക്കുന്നുണ്ട്. ശരിയാവുകയാണെങ്കിൽ അങ്ങനെ ടൈറ്റും ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ ഒന്നും കാണാനില്ല. ആ ഒരു ഷോക്ക് അബ്സർവർ വെച്ചിട്ടില്ല, അത് വെക്കണം. എന്താ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വെക്കണം. അത് ആൾ നന്നാക്കാൻ വേണ്ടി ഓൾഡർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത് തന്നെ കൊണ്ട് തന്നിട്ടില്ല. ഇപ്പം അത് നമ്മളിപ്പോൾ ഗോപിയേട്ടൻ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ വന്നിട്ട് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഈ ഒരു സാധനത്തിൻ്റെ ബുഷ് ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ബുഷ് പോയി കിടക്കുകയാണ്, അതാണ് ഇവിടെ ഒരു അടി. അപ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ ഒരു കടന്നൊരു മണി അടിക്കണ ശബ്ദമുണ്ട്. അയ്യോ, ഇത് വെച്ചിട്ട് ഓടിങ്ങി ഇപ്പോൾ നന്നായേനെ കേട്ടാ. ഇന്നലെ അവൻ ഈ സാധനം അയച്ചത് ഇതിന് തന്നെ വെച്ചേക്കണ വാഷും നെട്ടും ബോൾട്ടൊക്കെ മറ്റേ ഇത് അയച്ചു കൊണ്ടേയില്ലേ നമ്മുടെ ഷോക്ക് അബ്സർ ഹൈഡ്രോളിക്കിന്റെ ആ സാധനത്തിന്റെ ഈ സാധനം ഇപ്പൊ ചാടി പോയേനെ. എടുക്കണം ഇതൊക്കെ ഇവിടെ വെച്ചു നെട്ട് ബോൾട്ട്. ഞാൻ ഇപ്പോൾ വണ്ടി എടുത്ത് പോയേനെ. എന്തായാലും ഇങ്ങനെ നോക്കിയത് നന്നായി. ഇനിയിപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ. നല്ലൊരു നമ്മുടെ ഓയിലിൻ്റെ അവിടുത്തെ നെറ്റിന് ലൂസൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പാക്കിങ് അല്ലെങ്കിൽ ആ പശ ഇട്ടിട്ടുള്ളത് പോയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം നിലവിൽ ആ സാധനം അങ്ങനെ തന്നെ വെച്ച് ഓടിക്കുക. ചെറിയൊരു കിഞ്ചിൽ മാത്രമേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഓയിൽ മാറ്റാൻ നിർത്തുന്ന സമയത്ത് ക്രാങ്ക് കേസ് അഴിച്ച് അതിൻ്റെ പാക്കിങ് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഹൗസിങ്ങിൻ്റെ ഓയിലാണ് നോക്കുന്നത്. ഇതിൽ എത്ര ഭാഗത്ത് നോക്കാണ്ട് ഇത് ഗിയർ ബോക്സിലെ ഹൗസിങ് ഒറ്റൊരു ഹൗസിങ് ഉള്ളൂല്ലോ അല്ലേ? ടിപ്പറിന് 2 എണ്ണമില്ലേ? ടിപ്പറിനാണെങ്കിൽ 2 ഹൗസിങ് നോക്കാണ്ട്. ഇതിനാകുമ്പോൾ ഒന്നുള്ളൂ. ബാറ്ററിയുടെ കേസിൻ്റെ അവിടെ ചെറിയ തുരുമ്പുണ്ടല്ലോ, അടിവശത്ത് തുരുമ്പുണ്ട്. വേണ്ട, ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ട് കണ്ട. പെയിൻ്റാണ്, പെയിൻ്റ് അടർന്നു പോയതാ. അതിന് ഫുൾ തുരുമ്പാവുന്നു. ചെറിയൊരു കിഞ്ചിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ഓടിയിട്ട് മതി അല്ലേ? ഓൾറെഡി മറ്റേ ഇതിലെ പ്രശ്നമില്ല. ഗിയർ ബോക്സിൽ നല്ല ഓയിലും അതേപോലെ ഓയിലുണ്ട് താനും അല്ലേ? പിന്നെ ഇനിയിപ്പോൾ ഹൗസിംഗ് കൂടിയാണ് നോക്കാനുള്ളത്. ഹൗസിങ്ങിൻ്റെ ഒക്കെ ഓയിൽ മാറ്റണമെങ്കിൽ മസ്ത പോലെ അല്ല, ഒരു കുന്ന് വേണമല്ലേ? ഫ്രണ്ടിലത്തെ ബോണറ്റ് കൊടുത്തിട്ടാ അത് കൂടി ഒന്ന് നോക്കണം. ഞാൻ ചേട്ടാ കയറ്റി വെച്ചോ, ബൂസ്റ്റർ കയറ്റി വെച്ചോ. ഇനിയിപ്പോൾ ബിരിയാണി മേടിച്ചതിൻ്റെ വരുമല്ലോ. ബൂസ്റ്റർ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ബിരിയാണി വേണം. അവനറിയില്ല ലോക്ക്. അപ്പൊ ബോണറ്റ് തുറക്കാൻ എവിടെയെങ്കിലും ഒരു ബട്ടൺ ഉണ്ടാവൂല്ലേ പിടിച്ചു വലിക്കുന്നത്? അപ്പൊ എങ്ങനെയാ അറിയാ?
അപ്പുവിനെ വിളിച്ചറിയാം. ഇത് ഓടിക്കണ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ. എന്നാലും എൻ്റെ ബോണറ്റ് തുറക്കണ സാധനം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ സംഭവം തുറക്കാൻ പറ്റും നോക്കിയിട്ട്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് വേണം കൂളൻ്റ് നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ ഇത് തുറക്കണമെങ്കിൽ എവിടെയോ ഉള്ളിൽ ബട്ടൺ ഉണ്ട്. എവിടെയെങ്കിലും നോക്കിയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിക്കാം. കമ്പനിയിൽ ടൈറ്റ് ചെയ്ത് തരാന്നുണ്ടല്ലോ അഴിയാത്തത്. കമ്പനിക്കാർ ഇത്ര വലിയ ടൈറ്റിങ് ഒക്കെ ചെയ്യോ? വീല് ടൈറ്റ് ചെയ്യണ പോലെ ചവിട്ടി വയ്ക്കുന്ന ഗതികേടായില്ലേ? അത് പിന്നെ മറ്റേ ഓവർ വെയിറ്റ് കയറുന്ന വണ്ടികളല്ലേ. ഓവർ വെയിറ്റ് കയറുന്ന വണ്ടി എന്തായാലും ലീഫ് എണ്ണം കൂട്ടിയില്ലെങ്കിൽ ഇരിക്കില്ലേ. ഇതിന്റെ ഓയിൽ നോക്കുന്ന സാധനം ബാക്കിലത്തെ ഇത് അഴിക്കാൻ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഓയില്, ഹൗസിംഗ് ഓയില്, ഹൗസിംഗ് ഓയില് നോക്കാനായിട്ടേ അഴിക്കാൻ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഒരെണ്ണം ഉണ്ട്, അത് അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല ഒരെണ്ണേ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഇതിൽ ഒരെണ്ണം പോയിട്ടുണ്ട്. ആ സംഭവം വീട്ടിലിരിക്കുന്നുണ്ട്. അത് വണ്ടിയുടെ ഉള്ളിലിരിക്കണ്ടായിരുന്നു. ഞാൻ ത്രെഡ് പോയിട്ടുണ്ടെന്നൊക്കെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ത്രെഡും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അത് പിന്നെ എന്താണോ ഇടാൻ മറന്നിട്ടാണോ എന്നുള്ളതും അറിയില്ല. നടന്ന് നോക്കാനുള്ള സ്ഥലങ്ങളുണ്ടല്ലേ വണ്ടിയുടെ ഉള്ളിൽ കയറി നടക്കാം, അടിക്കടിയൊക്കെ. അത് കാരണം കുഴപ്പമില്ല. യൂസായില്ല. ഡബിൾ ലിവർ എടുത്ത് ഇറക്കേണ്ട വന്നു. ഓയിൽ ഒഴിക്കണമെങ്കിൽ അതിൽ തന്നെയല്ലേ ചേട്ടാ? ഇതൊക്കെ എന്തോരം കഴിയുമ്പോൾ ചേട്ടാ ഒരു ഉദ്ദേശം ഹൗസിംഗ് ഓയിലൊക്കെ മാറുക 50,000 രൂപ അല്ലേ? മറ്റേ ഓയിൽ തന്നെ 50,000. ഇത് നമ്മുടെ എഞ്ചിൻ ഓയില് അവരുടെ സർവീസ് പ്രകാരം. അപ്പോൾ ഇത് 1 ലക്ഷം ആയിരിക്കും ചിലപ്പോൾ. നിലവിൽ നമ്മുടെ ഹൗസിങ്ങിൻ്റെ ഓയിൽ നോക്കിയിട്ട് നല്ല ഓയിലുമാണ്. അതേപോലെ ഓയിൽ കുറവോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. ഇനി ആകെ നമുക്ക് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റ് തുറക്കേണ്ട കേസാണ്. രാഴ്ച അപ്പൂനെയാണോ വിളിക്കണേ? അല്ല, ഇനിയിപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചു നോക്കാം ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്നുള്ളത് നോക്കിയോട്ടെ. ഇത് സംഭവം പിടിയിട്ട് എങ്ങനെയാണെന്ന് നിലവിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരുമെന്നാണ് പറഞ്ഞത്. എന്തോ ഒരു ചെറിയ ലോക്കിംഗ് സിസ്റ്റമാണ്. ആ ഒരു ഗാഡിയിലേക്ക് കയറുന്നതാണ് സംഭവം. ഈ സൈഡ് വിട്ടു, ആ സൈഡ് തിക്കാൻ മതി പാപ്പേട്ടാ. ഒരു ചെറിയ ഗാഡി പോലെ തോന്നണേ. ഇത് തുറക്കാറില്ല ഇപ്പോൾ ഒരു ഈ സൈഡിൽ നിന്നിട്ട് തിക്കാലോ. ഇവിടെ അല്ല, ഇതല്ലേ സാധനം. ഇതിൽ ഞെക്കേണ്ടതായിരുന്നു. ഇത് കണ്ടില്ലേ, വെറുതെ ഇതൊന്നും പ്രസ്സിങ്. നമുക്കിത് അറിയണ്ടേ? അപ്പൊ കാര്യം മനസ്സിലായി. ഒരു പ്രാവശ്യം ഇതൊക്കെ അറിയേണ്ട ആവശ്യമുള്ളൂ. 2ാം പ്രാവശ്യം നമ്മൾ പഠിച്ചു. ഇവിടെ അതിവിടെ അതെ അതെ പക്ഷെ ഇത് വർക്ക് ചെയ്യണില്ല. കണ്ട ടൈറ്റാ, വർക്ക് ചെയ്യണ്ടേ, പക്ഷെ നല്ല ടൈറ്റാ. അത് ലൂസാക്കണം, ഓയിലൊന്നും അടിക്കണം. കൂളൻ്റിൻ്റെ ക്ലച്ചിൻ്റെ ഓയിൽ അല്ലേ, ഫ്ലൂയിഡ് പൊക്കി വെക്കാം. അതെ, ഇതിന് പൊക്കി വെക്കാനുള്ള സാധനം ഉണ്ടോ? അതെ, ഇതെവിടെയാ വെക്കണേ എന്നുള്ളതാണ് അറിയാത്ത. എവിടെ വെക്കുക? വെക്കാനുള്ള സ്ഥലം കാണില്ലല്ലോ. ഓയിലുണ്ടോ? അന്ന് വണ്ടിയിലിരിക്കുന്നുണ്ട്. ചുവപ്പല്ല, മറ്റേ വൈറ്റ്. ഫ്ലൂയിഡ് അല്ലേ നിന്റെ വണ്ടിയിലിരിക്കണല്ലോടാ? ഫ്ലൂയിഡ്, ക്ലച്ച് ഫ്ലൂയിഡ്, ബ്രേക്ക് ഫ്ലൂയിഡ്. പിന്നെ ഇതിന് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഫ്ലൂയിഡൊക്കെ ഒന്ന് തന്നെയാണ്. ഇതിനെ പുറത്ത് വരുന്ന ആരെ മുറിച്ചാലും ചോര തന്നെയാണ് വരിക. എന്തിട്ടായിട്ടാ പറയണേ? വെള്ളം വെള്ളമാണ് ഈ കൂളൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. ഒഴിക്കാം അല്ലേ? അപ്പോൾ ചോർച്ച കളയേണ്ടി വരില്ല. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഒരു 3 ലിറ്റർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂളൻ്റെ മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക്. അപ്പോൾ കുഴപ്പമില്ല. അല്ല, ഉള്ളത് ഒഴിക്കാം, ബാക്കി വെള്ളം കിടന്നോട്ടെ, പ്രശ്നമില്ല. ഗ്ലാസിന്റെ അതിലും വെള്ളം ഇല്ലാന്നുകൊണ്ട് അത് നമ്മുടെ അടുത്ത് ഫ്ലൂയിഡ് എടുത്ത് വെച്ചാൽ മതി. വണ്ടിയിലിരിക്കണത്
ആ 2 സാധനമാണ്. ഞാൻ പാമ്പിനെ കാണിച്ചെടുത്തേ കാണായിരുന്നു. അതെ ആ സ്പ്രിങ് വർക്ക് ചെയ്യുന്നില്ല അതാ. അതെ ഇപ്പൊ സെറ്റായി. അത് സ്പ്രിങ് കറക്റ്റ് ടൈറ്റ് അല്ല. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഫുൾ പരിപാടി കഴിഞ്ഞു. ക്ലച്ചിന്റെ ഓയിൽ ലേശം ഉണ്ട്. അത് രാജേഷ് സ്ഥലം മനസ്സിലായില്ല എവിടെ ഒഴിക്കേണ്ടതെന്ന്. അതുപോലെ കൂളന്റ് നമുക്ക് മാറ്റി കുറച്ച് കൂളന്റ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുൾ പരിപാടി ഇന്ന് വർക്ക്ഷോപ്പിൽ ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ വണ്ടി പണിയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിലവിൽ അങ്ങനെയുള്ള അല്ലറ ചില പരിപാടികൾ കഴിഞ്ഞ് ഇനി ലീഫിൻ്റെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അത് മണ്ണുത്തിയിൽ ചെയ്യാന്നല്ലേ ഞാൻ ചേട്ടൻ പറഞ്ഞേ. ആ ലീഫിൻ്റെ സംഭവം ശരിയാക്കണം. പിന്നെ മറ്റേ ഷോക്ക് അബ്സറിൻ്റെ ബുഷും അവിടെ തന്നെ ശരിയാക്കാം. ആ 2 സംഭവമല്ലേ നോക്കാനുള്ള, വേറെ ഒന്നുമില്ലല്ലോ. മറ്റേ കടയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഇനി നോക്കാവുള്ളൂ, വേറെ ഒന്നുമില്ല മെക്കാനിക്കൽ ഭാഗത്തിൽ. ഓക്കെ, നിലവിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞു. പൈസ കൊടുത്ത് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. രാജേട്ടൻ പഴയ ആളാണ്. രാജേട്ടൻ താടിയൊക്കെ കറപ്പിക്കാണ്ടിരിക്കണത്. രാജേട്ടൻ പ്രായം എന്ന് തോന്നിക്കാൻ പാടില്ല. ലേശം താടിയൊക്കെ ഒന്ന് കറപ്പിച്ച് നിർത്തണം കേട്ടോ ഇനി മുതൽ. അതുകൊണ്ട് ഈ കേസ് ശരിയാവില്ല അല്ലേ. നിന്റെ ഒക്കെ ആശാനല്ലേ രാജേട്ടൻ? ശരിക്കും ആശാനെ കണ്ടിട്ട് ബഹുമാനമൊന്നുമില്ല. മുണ്ടയച്ചറാ. അതുകൊണ്ടാണ് അല്ലേ പ്രായത്തിൽ നടക്കണത്. രാജേട്ടൻ നമ്മളുടെ ഈ മസ്റ്റൊക്കെ മാറിയിട്ട് പിന്നെ രാജേട്ടൻ ഭാരത് ബെൻസിലേക്ക് കയറിയില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മസ്തേനേക്കാളൊക്കെ സുഖമല്ലേ ഭാരത് ബെൻസ് കൊണ്ടുകൊടുക്കാൻ? ഇരട്ടി സുഖമല്ലേ? അപ്പോൾ ഞാൻ ആൾക്കാരുടെ അടുത്തൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും ലൈലൻറ്റും ടാറ്റയും നല്ലതെന്ന്. അതൊക്കെ പഴയ കാലഘട്ടത്തിൽ ആൾക്കാർ പറയണതല്ലേ. ഇപ്പോൾ രാജേട്ടൻ പഴയ കാലഘട്ടത്തിൽ വണ്ടി ഓടിച്ചായിരുന്ന ആളായിട്ടും ഭാരത് ബെൻസ് ബെസ്റ്റാന്നല്ലേ പറയണേ? ഇതാണ് ഇത്. ആരും സമ്മതിക്കില്ല. അടിപൊളി മൈലേജും കിട്ടും അല്ലേ? അല്ല രഞ്ജേട്ടാ. അതെ അല്ലേ? മറ്റേ 3 യൂണിറ്റ് കയറ്റി പറഞ്ഞല്ലേ? രാജേട്ടൻ മസ്ത് ഓടിച്ചാൽ തന്നെ 7 മൈലേജ് എടുക്കുന്ന ആളാ. രാജേഷ് 3. ഇത് നിന്റെ ആശയം നിനക്ക് പറഞ്ഞു തന്നില്ല ആ ടെക്നിക്ക്? അതാണ് എല്ലാ സംഭവം പറഞ്ഞു കൊടുക്കില്ല ആശാമാര്. അതറിയില്ലല്ലോ നിനക്ക്. രഞ്ജേട്ടൻ പറയണ ഇനിയിപ്പോ നമ്മുടെ വണ്ടിയുടെ രഞ്ജേട്ടാ ഈ മെക്കാനിക്കൽ ഭാഗം ഇനി പ്രത്യേകിച്ച് അങ്ങനെ നോക്കാനൊന്നുമില്ല. അത്ര മാത്രമേ നോക്കാവുള്ളൂ. എല്ലാം കമ്പനിന്ന് ഒറിജിനൽ മേടിക്കാം. പുറത്തുനിന്ന് മേടിച്ചാ പോയി. അല്ലേ? പണി പുറത്ത് ചെയ്താലും കുഴപ്പമില്ല. സാധനങ്ങൾ മേടിക്കണം ഒറിജിനൽ കമ്പനിയിൽ തന്നെ മേടിക്കാന്നല്ലേ? ഓ, അത്ര വില കൂടുതലാണല്ലേ? അപ്പൊ കമ്പനി പോവാൻ നല്ലത്. ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ഇനി എല്ലാം കമ്പനി വർക്കാക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു റൗണ്ട് ഓടിയിട്ട് വരാം. ഡ്രൈവർ രാജേഷ് കയറുകയാണ്. എത്ര പ്രാവശ്യം ഓടിച്ചിട്ട് ഇനി പുറത്തേക്കൊക്കെ ഇറക്കാന്നുള്ളത് കാണാട്ടോ നമുക്ക്. കാരണം കാര്യങ്ങളൊന്നും അറിയില്ല. ഗ്ലാസ് ഇറക്കിയിട്ടോ ഞാൻ വല്ലതും പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ റേറ്റ്. കാരണം പുതിയതായിട്ട് ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത് ബേസ് ഭയങ്കര വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഓടിച്ചൊന്ന് ക്ലിയർ ചെയ്താൽ തന്നെ കേട്ടോ ശരിയാവുള്ളൂ. അപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനതിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇല്ലേ ഒറ്റടിക്ക് ഇങ്ങോട്ട് വട്ടം എടുത്തപ്പോൾ ഞാൻ ഫ്രണ്ട് തട്ടുമോ അല്ലെങ്കിൽ ബാക്ക് കല്ലുമേക്കട കയറുമോ എന്നുള്ള സംഭവമൊക്കെ നോക്കി വേണം ഓടിക്കാനായിട്ട്. ഇല്ലാത്ത മിററാണ് തിരിക്കണതല്ല നീ. ആ സൈഡിൽ മിറർ പൊട്ടിപ്പോയിക്കാണേ. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് ബാക്ക് എടുത്തിട്ട് നേരെ ലെഫ്റ്റിലേക്ക് അവിടെ അപ്പുറത്തെ വർക്ക്ഷോപ്പിലേക്കാണ് കേട്ടോ പോകാനുള്ളത്. ഇത് ഇവിടെയാണ് നമ്മുടെ മസ്റ്റൊക്കെ നമ്മൾ എന്താ പറയുക ചെറിയ പണികൾ കമ്പനിയിൽ നിന്ന് മാറിയതിന് ശേഷമുള്ള പണികൾ മൊത്തം ചെയ്യിപ്പിക്കുക നമ്മുടെ രഞ്ജേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ്. രഞ്ജേട്ടൻ്റെ വർക്ക്ഷോപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ താണിക്കോട് രഞ്ജേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഈ ഉള്ള ബ്രേക്ക് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലാതെ ചിലരുടെ വലിയ വണ്ടിയുടെ സാധാ സാധനങ്ങൾ കിട്ടുന്ന എല്ലാ പണികളും ഇവിടെ ചെയ്യും. ബാക്കി ഇനിയിപ്പോൾ മെയിൻ കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്ക് ഷോറൂമിലേക്കും കാര്യത്തിലേക്ക് പോകണം. രഞ്ജേട്ടൻ പോട്ടെ കേട്ടോ. പോട്ടെ. ആ സൈഡ് ചേർത്തോടിച്ചോ. ഇവിടെ കുഴപ്പമില്ല. ആ സൈഡ് ചേർത്തോടിച്ചോ. തലയിട്ട് നോക്ക്. അല്ല ഒടിച്ചൊടിച്ച് പോവല്ലേ? വണ്ടി പറ്റുമോ നോക്കണതല്ലേ? ശരി ഗൈസ്. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വണ്ടിയില്ല. പോരെ ഇപ്പൊ സുഖ. വാ ഓടിച്ചോ. ഓടിച്ചു പോരാ. ഫുൾ അടിക്കടാ. പോസ്റ്റ് പോവും. ഇതിനെ വരണം. ഈ പോസ്റ്റ് പോവും. പോസ്റ്റിനെ അടിക്ക്.
ചേർന്ന് വാ. ഒരു മിനിറ്റ് വണ്ടി. അതെ രാജേഷേ, അവിടുന്ന് വരുമ്പോഴേ ഓടിച്ചു വന്നാലോ ഇവിടെ എത്തുമ്പോൾ വീലില്ല പോരുള്ളൂ. അപ്പൊ ലേശക്കടി ഫ്രണ്ട് കയറിപ്പോക്കോ. ഫ്രണ്ട് ഇല്ല, കിട്ടില്ല. ഫ്രണ്ട് പോട്ടെ. വാ ഓടിച്ചു വാ, അവിടുന്ന് ഓടിച്ചു വാ. വണ്ടിയുണ്ട്. അതെ, ഞാൻ റേറ്റ് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിറച്ച് വണ്ടികളാണ്. ഓടിച്ച് മെയിമായ പിന്നെ കുഴപ്പമില്ല. എനിക്കും അറിയില്ല, അവനും അറിയില്ല, അതാണ് പ്രശ്നം. ഗോപിയേട്ടൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തത്. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ തിരിച്ചതിന് ശേഷം അവിടെ നിന്ന് കയറി പോരാൻ കുറേ സമയം എടുത്തു കേട്ടോ. കാരണം നമുക്കറിയില്ലാത്തതുകൊണ്ട് ഈ ബീലൊക്കെ കിടന്ന് കറങ്ങാൻ മെയിൻ മറ്റേ ഇതുണ്ടല്ലോ, അതിലത്തെ സംഭവം. വാ അത്ര ഓടിക്കണ്ട. അത്ര ഓടിക്കണ്ട, സ്റ്റഡി വാ. ഓടിച്ചോ. സ്റ്റഡി. ഈ സൈഡ് വാടാ. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടടാ. പോട്ടെ. ഓടിച്ചോ. ഫുൾ ഓടിച്ചിറങ്ങിക്കോ. ഇനി ഓടിഞ്ഞു പോരുമോ? നിനക്ക് ഓടിച്ചാൽ കിട്ടാവുന്ന രീതിയിൽ താഴത്തേക്ക് ഇറങ്ങി പോക്കോട്ടോ. ബാക്ക് എടുത്ത് പിന്നെ എടുക്കൽ എയിമാവില്ല, ഒറ്റയടിക്ക് ഓടിഞ്ഞു പോരണം. വാ. കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ഒറ്റയടിക്ക് എടുത്ത് പോവുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പണി കിട്ടും. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ബാക്ക് കയറ്റി ഇടണം കേട്ടോ. വാ. ഓടിച്ചോ. ഫുൾ അടിക്കേ. കുഴപ്പമില്ല. സ്റ്റഡി. ഓടിച്ചോ. വാ. ഓടിച്ചു വാ. പണി കുറച്ചുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറി വരികയെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ വീല് കറങ്ങാൻ മിക്കവാറും ഒറ്റയടിക്ക് കയറി പോകാനുള്ള ചാൻസ് ഈ പറഞ്ഞ പോലെ ഒരു വീല് എപ്പോഴും കുഴപ്പമില്ല. പോരെ. ചോറ് നോക്കട്ടോ. വാ, കയറി വരട്ടെ. ഇതാണ് ഒരു പ്രശ്നം, ഈ വീല് കടന്നിട്ടില്ലേ. മതിയാവുന്ന വിചാരിക്കണം. ഒതുങ്ങി ഇതിനുള്ളിൽ കയറുന്ന വിചാരിച്ചല്ല. സംഭവം സെറ്റായിട്ടോ, കയറി എന്തായാലും. ടോറസ് പോണ്ടല്ലോ, പുത്തമ്പണ്ടി KL 48S. എന്തായാലും വണ്ടി ഉള്ളിൽ കയറ്റി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒടിഞ്ഞ് കയറുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഭാഗ്യമായി. മാക്സിമം ഇറക്കിയിടാം. എന്നിട്ട് ഉള്ള പണിയും കാര്യങ്ങളൊക്കെ പാച്ച് വർക്കിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോകാതെ നല്ലത്. ഞാൻ കയറില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു ടെൻഷനിലായിരുന്നായിരുന്നു. ഇനിയിപ്പോൾ പേടിക്കാനില്ല, കുഴപ്പമില്ല. കയറി ഇങ്ങനെ അറ്റം വരെ എത്തി. ഓക്കെ രാജേഷേ, ഒരു വണ്ടി ഉള്ളിൽ കയറ്റിയിടാനാണ് നിനക്ക് ഇത്രയധികം പേടി? അയ്യേ, നീ നമ്മുടെ വില കളയോ? വണ്ടി റേറ്റ് പറയുമ്പോ പറയണം, അല്ലാണ്ട് വേറെ വീഡിയോ പിടിച്ചെന്ന കാര്യമില്ല. ഞാൻ നീ ഭയങ്കര സ്റ്റാർ ഡ്രൈവറാന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടാറടങ്ങിയിട്ട് ഇപ്പൊ ഉള്ളിലേക്ക് കയറ്റാൻ 3 ദിവസം പെട്ടു. അതന്നെയല്ല, നീ ഇതെന്തോ ഓഫ് ചെയ്യാത്ത? ഇത് കുറെ നേരം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡീസല് മറ്റേ ഇതിൽ കൊണ്ടൊന്ന് ഒഴിക്കേണ്ടി വരും. ഇത് മസ്തിയല്ല, ഇറങ്ങി പോണ്ടല്ലോ അല്ലേ? ഇത് ഈ സാധനം ഇറങ്ങി വരുന്നതാ. ഇത് വണ്ടി നിന്ന് കഴിഞ്ഞാൽ തന്നെത്താൻ ഇറങ്ങി വരുന്നുണ്ട് ഈ വീല് അല്ലേ? അതാണ് ഇത്. വേറെ എവിടെ നീ സൗണ്ട് ഉണ്ടോ? എയർ പോണേൻ്റെ ഒരു ശബ്ദം കേൾക്കണ്ടല്ലോ ചെറുതായിട്ട്. ആകെ അവിടെ നിന്നൊക്കെ ശബ്ദം കേൾക്കണ്ട്. എന്ത് പണ്ടാറാണോ അറിയില്ല.
ഇനി നിലവിൽ നമ്മളുടെ ഈ ഇതൊന്ന് ഡോർ പാഡൊന്ന് അയച്ചിട്ട് അതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ വൈൻഡർ കേടായിട്ടുള്ളതാണോ അതുപോലെ തന്നെ മറ്റേ ഇതൊക്കെ മാറ്റണോ ഹാൻഡിലൊക്കെ മാറ്റണോ അത് ഉള്ളിൽ നിന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫുള്ള്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പാഡ് അയക്കണമെങ്കിൽ ഈ ഒരു ഹാൻഡിൽ അയക്കണം. ഹാൻഡിലിൻ്റെ ഇത് കണ്ടത് നിങ്ങൾ പൂസ് പാൻഡർ എന്ന് പറയാമെന്നുണ്ട് ഇതിന്, പൂവിൻ്റെ ആകൃതിയുള്ളത്, അല്ലാണ്ട് നെറ്റ് ബോൾട്ടോ അല്ലെങ്കിൽ സ്റ്റാറോ അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉണ്ടെങ്കിലാണ് നടക്കുള്ളൂ. സാധാ ഒരു സ്ഥലത്ത് പോയ ചെറിയൊരു കാര്യം പെട്ടെന്ന് നടത്തി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും വഴിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി. പക്ഷേ ലെലിൻ്റെ ബെൽസ് ആണെങ്കിൽ എന്താണ് കഴിച്ചേ, ലെലിൻ്റെ ബെൽസ് ആണെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം ചിറ്റികളി കൂടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ആൾക്കാർ ഈ ഭാരത് ബെൻസ് പൊട്ടെന്ന് പറഞ്ഞത്. പക്ഷേ പ്രണവരാജേട്ടനൊക്കെ പറയണ കേട്ടോ നീ ആളില്ലേ പ്രണവരാജേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വർത്താനം പറഞ്ഞ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതൽ എസ് ലോറി മുതൽ D-വണ്ടി മുതൽ സകല സാധനങ്ങളും ഓടിച്ച് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആള് ഭാരത് ബെൻസ്. നിന്റെ ആശാനല്ലടാ. എന്നിട്ട് ആളടക്കം പറയണേ ഈ സാധനമാണ് ബെസ്റ്റ് എന്നാ. അപ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കാനില്ലാന്ന്. ഓടിക്കലും ആൾ മുതലാളിയും അതുപോലെ ഡ്രൈവറും കൂടി ആൾ പറയുന്നത് കണക്കിലെടുത്തൂടെ. ഗോപേട്ടൻ്റെ അഭിപ്രായം എന്താ? അല്ലേ ഈ ലൈലൻറ്റ് ടാറ്റേനൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതല്ല നല്ലത്. പഴയ കാലത്ത് ഇവിടുത്തെ ടാറ്റയായിരുന്നു ബെൻസ്. അത് തന്നെ സംഭവം ശരിയാണ്. ഹാൻഡിൽ ഊരി. ഇനി ഡോർ പേഡ് ഒന്ന് ഊരി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനലിൽ നിന്ന് ചാടിപ്പോയതാണോ അതെ എന്താ പറയുക വൈൻഡർ പോയതാണോ എന്നുള്ളതൊക്കെ എന്നാലും മനസ്സിലാവുള്ളൂ നമുക്ക്. ക്ലിപ്പ് ടൈപ്പാണ് സംഭവം. ഊരിയെടുക്കാനായിട്ട് കിട്ടി. ഇനി പവർ വിൻഡോൻ്റെ വല്ല കണക്ഷൻ അങ്ങനെ ഉണ്ട് അതിൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ. കേബിളല്ലേ ലോക്കിൻ്റെ? ലോക്കിൻ്റെ കേബിളാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി ഇതിൻ്റെ ഉള്ളിലത്തെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. വൈൻഡർ പോയതാണോ എനിക്കതറിയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഈ ലോക്കിൻ്റെ സിസ്റ്റം കേബിൾ ടൈപ്പാണ് കേട്ടോ. ഉള്ളിൽ കേബിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സാധനം ഊരിയെടുക്കണം. നമ്മുടെ മറ്റേ ടൈപ്പല്ല, ഇതിൽ വേറെ ഫൈബറിൻ്റെ ടൈപ്പ് ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ എന്തൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് സാധനം. അപ്പോൾ എനിക്ക് അതിനത് ആദ്യം ഊരി ചെയ്തിട്ട് ശരിയാക്കി വെച്ചിട്ടുള്ളതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ. ഇനിയിപ്പോൾ ഇതെന്തായാലും ശരിയാക്കി എടുക്കണം ഓരോ സാധനങ്ങൾ, അല്ലാണ്ട് ഇപ്പോൾ രക്ഷയൊന്നുമില്ല. ഇതിനുള്ള ടൂളൊക്കെ ഇനി സെപ്പറേറ്റ് വേണം, അല്ലാണ്ട് ഭാരത് ബെൻസിനായിട്ടുള്ള ടൂള് വേണമെന്ന് പറയില്ലേ. അല്ലെങ്കിൽ പിന്നെ ഫ്ലവർ റൂം അല്ലേ? അതുണ്ട് എൻ്റെ കയ്യിലുണ്ട് അത്. അപ്പോൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ലോക്ക് ഊരി എടുക്കണം കേട്ടോ. അത് ഊരി എടുത്താലേ പേഡ് മാത്രം സെപ്പറേറ്റ് കിട്ടുള്ളൂ, എന്നാലും അതിൽ നിന്ന് പണിയാൻ പറ്റുള്ളൂ. കേബിൾ ടൈപ്പ് ആയാലും പിടിക്കാനും പറ്റില്ല, മൊത്തം ലോക്ക് തന്നെ അതിൽ നിന്ന് ഊരി എടുക്കണം. അതാവും നന്നാവും ഒന്നൂടെ. കിട്ടി എന്തായാലും. അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഹൈഡ്രോളിക് ജാക്കിയാണ് നമ്മുടെ ഇത് പൊന്തിക്കണത്, ക്യാബിൻ പൊന്തിക്കണത്. ഇപ്പം നിലവിൽ ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്തു കേട്ടോ. ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇവിടെ ഇത് അഴിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ സീലും സാധനങ്ങളൊക്കെ മാറി. ഇതായിരുന്നു ഓയിൽ ലീക്ക്, അതുകൊണ്ടാണ് നമ്മുടെ ക്യാബിൻ ശരിക്കും പൊന്താണ്ടിരുന്നത്. അപ്പോൾ നിലവിൽ ഈ സാധനം ഇനിയിപ്പോൾ നന്നാക്കി കൊണ്ടുവന്നിട്ട് ഇത് ഫിറ്റ് ചെയ്യണം. ഇന്നലെ മറ്റേ ആ സ്ക്രൂ ഇല്ലേ, ആ സ്ക്രൂ വണ്ടിയുടെ ബോഡിയുടെ അടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അയ്യോ, എന്നിട്ട് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് അടിയിൽ കയറിയപ്പോൾ ഇത് പോയെങ്കിൽ പണിയായിനല്ലേ. അപ്പോൾ വേറെ ഉണ്ടാക്കേണ്ട വന്നേനെ. എന്തായാലും രക്ഷപ്പെട്ടു. ഞാൻ കറക്റ്റ് ടൈമിന് കണ്ടു. ഇതിപ്പോൾ ഗോപേട്ടൻ ഈ സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ ഫുൾ സെറ്റ് സാധനങ്ങളില്ലേ മൊത്തം അയച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കണം. ഇത് കേബിൾ ടൈപ്പാണ്. ഇത് കാറിൻ്റെ ടൈപ്പാണോ ഗോപേട്ട? അത് കാറിൻ്റെ ടൈപ്പും അല്ല, ഇത് പുതിയ മോഡലാണോ? കാണാത്ത ടൈപ്പ്? അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ടില്ല അല്ലേ. സിസ്റ്റം ടഫാണോ? എങ്ങനെയാണ് ഇതിലിട്ടിട്ട് ഗ്ലാസിന്റെ വൈൻഡിലിട്ടിട്ട് അങ്ങനെ കറക്കി ഇങ്ങനെ കയറ്റണത് ടൈപ്പാ. അപ്പൊ എന്തായാലും നോക്കി നോക്കി. എന്നിട്ട് ഗ്ലാസിന് അത് ഗ്ലാസ്സിൽ വിട്ടുക പോയി അതായത് ഗ്ലാസിന്റെ അളവ് നോക്കിയിട്ട് അത് ശരിയാതെ കമ്പനി ഉണ്ടോ നോക്കണം. പുതിയത് മേടിക്കാണ്ട് ഒട്ടിക്കാണ്ട് അതിലും കേബിൾ ഇട്ടിട്ട് അങ്ങനെ കേബിളിൽ കൂടെ അങ്ങനെ കറങ്ങി കയറുകയാണത്. ഓക്കെ,
അപ്പോൾ ഇത് വേറൊരു ടൈപ്പാണ്. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ കണ്ണൻ്റെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും JCB അല്ലേ കണ്ണാ? JCBയുടെ ഹൈഡ്രോളിക് സംഭവം വല്ല ലീക്കൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ പോയിട്ട് എവിടെയായാലും പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കില്ലേ? എവിടെയായാലും പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ ഇതൊരു ചെറിയ സംഭവം പോലെയല്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തും തലങ്ങും വിലങ്ങും ഈ വണ്ടി കൊണ്ട് ചെന്നിട്ട് സാധനം സീലടക്കം മാറിക്കൊടുക്കും. സീല് നിൻ്റെ കയ്യിലുണ്ടാവോടാ? സീലടക്കം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ JCB ആയിട്ട് സംബന്ധിച്ച് വല്ല ഹൈഡ്രോളിക്കിൻ്റെ സീല് മാറുന്ന കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്പോട്ടിൽ വന്ന് ചെയ്തു തരാനായിട്ട് കണ്ണൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കണ്ണൻ നിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ വല്ല ആൾക്കാർ വിളിക്കൂട്ടോ. നമ്പർ പറയേ, എത്രയാ നമ്പർ പറയടാ? വല്ല ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടെ. 97 45 41 48 24. അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിൽ വന്ന് ഹൈഡ്രോളിക് വർക്കൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. രാജ് വല്ല ഓളി ഇരുന്ന വല്ല തൊഴിലുണ്ടോ? എനിക്ക് വ്ളോഗ് എടുക്കാൻ സമ്മതിക്കില്ലേ? അയ്യോ നല്ല കാര്യമുള്ള കാര്യം വിചാരിക്കും. ഒന്നുമല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഓരോ ഭാഗത്തുനിന്ന് ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടിയിലത്തെ ഇത് വെച്ചു കേട്ടോ, സംഭവം വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഹൈഡ്രോളിക് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എയർ ഉണ്ടാവുമോ ഇതിനകത്ത്? സാധാരണ ഇല്ല അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് പൊക്കി നോക്കും ഫുള്ളായിട്ട്. ഇത് ഇവിടെ പൊക്കാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടല്ലേ? മുകളിൽ മുട്ടില്ലേ? പ്രശ്നമാവോ? ഇല്ല അല്ലേ? അപ്പോൾ ഒന്ന് പൊക്കി നോക്കി നോക്കണം. നമ്മൾ ഈ സൈഡിലത്തെയും പേഡ് അഴിക്കുകയാണ് കേട്ടോ, ഇതിൻ്റെ ലിവർ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ. ഇതിന് പിന്നെ സിസ്റ്റം കറക്റ്റായിട്ട് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് മനസ്സിലാവാനായിട്ട്. ഇല്ല, അത് ദിദീന്ന് വീണിട്ടുള്ള കോപ്പിട്ടാ. അത് ഈ ഓട്ടയുടെ അവിടെ നിന്ന് അങ്ങോട്ട് താഴ്ചയ്ക്ക് അതിൻ്റെ അടിയിൽ വീണ് കിടക്കുന്നുണ്ട്. അതെന്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ സിസ്റ്റങ്ങൾ എങ്ങനെയാണെന്ന് കറക്റ്റ് ഇത് അഴിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒഴിച്ച് നോക്കുകയാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ആ കയറ്റുന്ന വൈൻഡറിൻ്റെ സാധനത്തിൻ്റെ തുമ്പ് തല പൊട്ടിപ്പോയിട്ടുണ്ട്, അത് മാറ്റണം. സാധനങ്ങളൊക്കെ കുറേ ബാക്കിയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ. വീണ് കിടക്കണതാണോ? ഇതൊക്കെ പഴയ വണ്ടി ആയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷേ പുതിയതാകുമ്പോൾ ഒന്നും അറിയില്ല. കയറിയിരുന്നത് അതെ, പക്ഷെ ഇത് പഴയതാകുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു മാത്രം. അത് പഴയ കാലത്ത് മസ്ത നമ്മൾ കുത്തനല്ലേ മേടിച്ചിട്ടുള്ളേ. അതെ, ഞാൻ പറയണത് നമ്മളെല്ലാം തുടക്കം കാല് വെക്കണ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ഒറ്റയടിക്ക് മാറാൻ പറ്റില്ലല്ലോ. പിടിച്ചോ. രാജേഷിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കണം കേട്ടോ. ഇതാണ് സിസ്റ്റം അല്ലേ. ഈ റാഡേക്കട എങ്ങനെ പൊങ്ങി പോകണം മുകളിലേക്ക് കേബിള് മുഖാന്തരം. അപ്പോൾ നമ്മളുടെ ഈ സാധനം ഇതിൽ ഒട്ടിക്കണല്ലേ. പിന്നെ ഇത് കേബിളും പൊട്ടിപ്പോയി. അപ്പോൾ അപ്പോൾ കാല് മേടിക്കണം, കേബിളിൻ്റെ ഈ സെറ്റ് മൊത്തം മേടിക്കണം. റാഡ് ചിലപ്പോൾ അത് സെറ്റ് അടക്കവും കിട്ടുന്നുണ്ടാവുക അല്ലേ. സെറ്റ് അടക്കം ഇനി പാലക്കാട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടേക്ക് കൊണ്ടുവരും. അതാണ് പ്രശ്നം കമ്പനിയിലേക്ക്. അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ. എന്തായാലും നോക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. കാറിൻ്റെ സിസ്റ്റം പോലെയല്ല, അതിനും അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ വരുന്നത് ഇതിന് പവർ വിൻഡോസാ. ഒരു മോട്ടർ കിട്ടുകയാണെങ്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും പവർ വിൻഡോ ആക്കാന്നാണ് ഇവിടെ പറയണത്. അത് ഈ ഇതിൽ വേണ്ട. അടുത്ത അല്ല, ഞാൻ പറയാം അടുത്ത ബഡ്ജറ്റിലാണ് നമ്മളത് അവതരിപ്പിക്കണുള്ളൂ. ഈ ബഡ്ജറ്റിൽ ബാക്കിയുള്ള മോട്ടർ ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുക്കണോ? വേണമെന്നല്ലേ. അപ്പോൾ ഒരു ശരിക്കും മോട്ടറും പിന്നെ അതിനുള്ള ബെൽറ്റാ എന്നിട്ട് വേണ്ട ഒരു സംഭവം വേണ്ടി വരും. ഈ മോട്ടർ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട്. പുറത്തേക്ക് കൊണ്ടുപോകണു. ശരിക്കും അപ്പോൾ പർവിൻ്റെ ഒക്കെ ആക്കാൻ നിലവിൽ. പക്ഷെ ഇപ്പോൾ വേണ്ട, എന്തായാലും വണ്ടി ഓടി തുടങ്ങണ്ടേ. ഇതിപ്പോൾ വണ്ടി ഓടിക്കാനും മുന്നേ പവർവിൻ്റെ അത്യാവശ്യമില്ല. പിന്നെയും അത്യാവശ്യം AC ആണ് അല്ലേ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നോക്കാം ആദ്യം, അതിന് ശേഷം ബാക്കിയുള്ള കാര്യം നോക്കാം. അല്ല, ബ്ലോവർ മാത്രം. അപ്പോൾ നിങ്ങൾ ഈ സാധനം മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ വൈൻഡറും അതുപോലെ തന്നെ മറ്റേ കറക്കണം അതിന് പറയുന്നത് ഹാൻഡിലും, പിന്നെ അതുപോലെ തന്നെ സൈഡ് മിറർ ഒരെണ്ണം, പിന്നെ ഈ ഹാൻഡിൽ, പിന്നെ ഉള്ളിൽ നിന്ന് തിരിപ്പിക്കുന്ന ഹാൻഡിൽ, പിന്നെ എന്നിട്ട് വേറെ വല്ല സാധനങ്ങൾ വേണോ? ഈ സാധനങ്ങൾ അത്രയല്ലേ വേണ്ടു പോയിട്ടാ. ഈ 5 സാധനം തന്നെയല്ലേ ഉള്ളൂ.
വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഗോപേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നിവർത്തി ശരിയാക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ വളഞ്ഞിരിക്കുന്നത് അപ്പുറത്ത് അതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യണം. അപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി വാ ആദ്യം രാജേഷിന് കൊക്കപ്പുഴുള്ള സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി ദിവസം കൊക്കപ്പുഴുള്ള സാധനം സെറ്റ് ചെയ്യാം. അത് വണ്ടിയിലേക്ക് എടുത്ത് വെച്ചോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മണ്ണത്തിൽ പോയി സാധനങ്ങൾ മേടിച്ച് തരാം. കണ്ണാ ഇപ്പം വരാട്ടാ. അതിൻ്റെ അടിയിലത്തെ ഗ്ലാസിൻ്റെ സാധനം മേടിക്കണം ഗോപേട്ടാ. നിലവിൽ നമ്മളുടെ വണ്ടിയിലേക്ക് സാധനങ്ങളും കാര്യങ്ങളും. ആടാ ഇത് ഇന്നലെ നീ തന്ന മാർക്കട്ടത് അല്ലാന്നാ നീ മറ്റേ തൊടാണ്ട പിന്നെ ഇടിക്കുന്നത് ഇടിച്ച പാട് അത് നിന്റെ ഭാഗം തന്നെയാ. അവിടുന്ന് അത് ഇന്നലെ രാജേഷ് വണ്ടി നോക്കാണ്ടെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ടായിരുന്നു അറിയോ? വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ബാക്ക് എടുത്തപ്പോൾ അവിടെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്കൂട്ടറിന്റെ ബാക്കിൽ ഇടിച്ചാണ് ഗൈസ്. അവൻ സമ്മതിക്കില്ല, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അവൻ ഇടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അല്ല. സുഭാഷ് എവിടെ? അയ്യോ സുഭാഷിനെ കണ്ടില്ല. എന്തില് ആണോ? ശ്രദ്ധിച്ചില്ല. അപ്പൊ നമുക്ക് പോയിട്ടേ കൊക്കപ്പുഴു കൊണ്ടുള്ള ആഹാരം ബിരിയാണി വല്ലതും കിട്ടും നോക്കാം. എനിക്ക് രാജേഷ് വരെ ബിരിയാണി കഴിക്കാൻ. രാജേഷിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബിരിയാണി കഴിക്കാമേ. അപ്പൊ അതാണ് പോന്നാ. രാജേഷ് ഞാനും കൂടി ബിരിയാണി കഴിക്കാൻ വന്നതാണ്. നമ്മുടെ പഴയ ഡ്രൈവർ അനീഷേട്ടൻ ഇരിക്കുന്നത്. അനീഷേട്ടൻ പറഞ്ഞ എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണവും രാജേഷിന്റെ മുഖമാണ് ഈ പയറുമണി പോലെ ഇരിക്കണേന്ന്. എന്താ അത് പറയാൻ കാരണം? അത് ഇരിക്കണത് അവന് എന്നെ കണ്ടിട്ട് വിഷമോട് പറഞ്ഞതാ. അനീഷേട്ടൻ സത്യം പറയും. അപ്പൊ ഞാൻ എന്തെങ്കിലും പോഷകാഹാരം വെച്ച് കഴിക്കണം ഗൈസ്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ രാജേഷ് പയറുമണി പോലെ ഞാൻ ഉണക്കാക്കി ചമ്മന്തി പോലെ ആയിപ്പോവും. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. ബിരിയാണി പറഞ്ഞില്ലേ അപ്പൊ ചേട്ടാ എനിക്ക് ഹാഫ് മതിയുടെ ബിരിയാണി, രാജേഷിന് ഫുള്ള്. അനീഷേട്ടൻ കഴിച്ചാ എല്ലില്ലാണ്ട് ഇതെല്ലാവരും പറയും എല്ലില്ലാണ്ട് കൊടുക്കാം. കാരണം എല്ല് തൊണ്ണയിൽ ഇപ്പോൾ കുടുങ്ങിയിട്ട് രാജേഷിന് ഒരു 14,000 രൂപ പോയിട്ടുള്ളതാ. ഒരു ബിരിയാണി കഴിച്ചതാ. ആ സമയത്ത് വെറുതെ ആക്രാന്തം മൂത്തിട്ട് ആ എല്ലൊക്കെ പിടിച്ച് കടിച്ചു അവന്. അപ്പം ആ എല്ലാം തൊണ്ണയിൽ പോയി. 18 പോയത് നമ്മുടെ 27. ഇനി അപ്പം ചിക്കൻ ബോൺലെസ് മതി കേട്ടോ. ബോൺലെസ് ബിരിയാണി ഒന്ന്. കാശ് എത്ര പോയാലും കുഴപ്പമില്ല. ബോൺലെസ് ബിരിയാണി ഒന്ന്. ഞാനും രാജേഷും പോലെ ബിരിയാണി പറഞ്ഞു. ബിരിയാണി ഇത് തമിഴ്നാട് സ്റ്റൈലിൽ വെക്കും, പിന്നെ ഇവിടുത്തെ നോർമൽ സ്റ്റൈലിൽ വെക്കും. ഇന്ന് ഏത് സ്റ്റൈലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള സ്റ്റൈലാണ് തോന്നുന്നത്. തമിഴ്നാട് സ്റ്റൈലല്ലാന്ന് തോന്നുന്നത്. സാധാരണ ഇങ്ങനെ ഗ്രേവിയൊക്കെ മിക്സ് ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുകയെ അങ്ങനത്തെ ഒരു ബിരിയാണി ഇവിടെ സാധാരണ കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് രണ്ടും കൂടി മിക്സാണ്. അതൊന്നും ഗ്രേവി കാണാനില്ല. എന്നിട്ട് വേറെ ടേസ്റ്റാണ്. ഓരോ ദിവസം ഓരോ ടൈപ്പാണ് ഇവിടെ ബിരിയാണി വയ്ക്കാം. അത് കുഴപ്പമില്ല. പക്ഷെ രാജേഷിന് ഈ ടൈപ്പ് ഇഷ്ടമല്ല. എനിക്ക് എല്ലാ വെറൈറ്റികളും ഇഷ്ടമായാലും പിന്നെ കുഴപ്പമില്ല. കണ്ടില്ലേ? അപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ. ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്യാബിനൊക്കെ പൊക്കാവുന്ന രീതിയിലാക്കി കേട്ടോ. ഫുള്ള് നമ്മുടെ ജാക്കിയൊക്കെ മാറ്റി ജാക്കിയൊക്കെ ക്ലിയറായി. ഈ കാണുന്നതാണ് കേട്ടോ ജാക്കി. നീ കണ്ടോ? ജാക്കി ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയാക്കി. അതുപോലെ തന്നെ ഇതിൽ അമർത്തി ഇത് ഫുള്ളായിടാം. ഇങ്ങാവൂല്ലേ? പിടിക്കണം അല്ലേ? മുകളിൽ മുട്ടുകയും ചെയ്യും. വേണ്ട. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ക്ലീൻ. അപ്പം ഇനി കുഴപ്പമില്ല. ഇനി ഇങ്ങോട്ട് മാറ്റിയിട്ട് തിരിച്ചിട്ട് വീണ്ടും താഴ്ത്തേക്ക് തന്നെ ആക്കണം. ശരിക്കും പറഞ്ഞാൽ അടയ്ക്കണ സമയത്തേ ഇങ്ങോട്ട് തിരിച്ച തന്നെത്താൻ പറഞ്ഞ് വരണമായിരിക്കും. എന്നാലാണ് ആ എയിം കിട്ടുള്ളൂ. അതില്ല നിലവിൽ. അപ്പോൾ ഹൈഡ്രോളിക് വർക്ക് സംബന്ധിച്ച് ഒക്കെ നിന്നെ വിളിക്കാൻ പറഞ്ഞിട്ടാ. നീ ചെയ്തു കൊടുത്തോളൂ എല്ലാം പുരിയായിട്ട്. സ്ഥലത്ത് പോയി ചെയ്ത് കൊടുക്കുമ്പോൾ ഗൾഫിലായിരുന്നു കേട്ടോ. അടിപൊളി വർക്കറാണ്. അപ്പോൾ ഇവിടത്തേക്ക് ഫുൾ സംഭവങ്ങളും വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നിൽക്കാൻ സമയമില്ല. മുൻകൂട്ടി പറയണം. പോയ അപ്പം കംപ്ലൈൻ്റ് ആയാൽ ശരിയാക്കില്ല. ഒരു ദിവസത്തെ ക്യാബ് വേണം അല്ലേ? രാജേഷിനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അല്ലല്ല എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെ ട്രിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം മനസ്സിലായ നമ്മുടെ മാസത്തേക്ക് ഇങ്ങനെ സുഖമല്ലേ? ഇതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് മറക്കിയില്ല ഇങ്ങോട്ട് മറക്കിയില്ല. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് എന്നുള്ള ഏരോ മാർക്ക് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ആ ജാക്കി ലിവർ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് വരും. മറ്റത് ഈ ലിവർ ഇങ്ങടേക്ക് ആക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് വന്നു. ഇനി സംശയം ചോദിക്കും. നീ ഒരു പ്രാവശ്യം ചോദിച്ച കാര്യം പിന്നെ ചോദിക്കരുത് കേട്ടോ. മതി. പോവാം നമുക്ക് മണ്ണത്തേക്ക് പോവാം. വിട്ടോ? ശരിയാണോ? ഓക്കെ. ആഴ്ച അവിടേക്ക് തിരിക്കാൻ അങ്ങോട്ട് പോയതാണെന്നുണ്ട്. ഞങ്ങളിവിടെ കടയുടെ അവിടെ വരെ എത്തിയിട്ടോ. കടയിൽ പോയി സാധനങ്ങളുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കൊണ്ടുപോകും. പക്ഷെ നമുക്ക് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഞങ്ങൾ മണ്ണുത്തി ബൈപ്പാസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. മണ്ണുത്തി ബൈപ്പാസിൽ നടത്തറയ്ക്ക് പോണതിൻ്റെ അവിടെ തന്നെയുള്ള
വർക്ക്ഷോപ്പിൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റാർ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട കണ്ടു. അപ്പോൾ അവിടെ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. ഭാരത് ബെൻസിൻ്റെ അല്ലറ ചില സാധനങ്ങളൊക്കെ കിട്ടും. ഇത് ഇവിടെ തന്നെയാണ് ഈ ഭാരത് ബെൻസ് ഫ്രെയിമേയും അതുപോലെ തന്നെ വലിയ വണ്ടികൾ ടോർച്ചും ടിപ്പറൊക്കെ പണിയുന്ന ഒരു കടയാണ് കേട്ടോ, സ്റ്റാർ ഓട്ടോമൊബൈൽസ്. അത് ഇതിൻ്റെ പേര് സ്റ്റാർ ഓട്ടോമൊബൈൽസ് തന്നെയാണ് വർക്ക്ഷോപ്പിൻ്റെയും. അപ്പോൾ അതെ ഇവിടെ ശ്രീധരൻ നിൽക്കണ്ടല്ലോ. ശ്രീധരൻ എന്നിട്ട് വണ്ടി നന്നാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതെന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കട്ടെ, നമ്മുടെ സാധനങ്ങൾ അവിടെ എടുക്കണുള്ളൂ. കുറേ നേരം ഈ പറഞ്ഞിട്ട്. എന്താ ശ്രീധര, വണ്ടി കേടായിട്ട് വന്നിട്ടുള്ളതാ? വണ്ടി കേടായിട്ട് വന്നതാണോ എന്ന്? നീ ഓടിക്കുന്ന വണ്ടി അത്? അതെ. നമ്മുടെ വണ്ടിയുടെ ഒരു ലൈനിങ് അടിക്കില്ല അങ്ങനെയുള്ള സംഭവത്തിന് ടയർ കൂടിയിട്ടുണ്ട്. അവിടെ സാധനങ്ങൾ റെഡി എന്ന് പറഞ്ഞ് അയച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി നോക്കി നോക്കാം കേട്ടോ. നിങ്ങളുടെ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടിയാ ഹാൻഡിൽ കിട്ടിയാ നോട്ടെ നമ്മുടെ കറക്റ്റ് ഇതല്ലല്ലോ ചേട്ടാ, ഇങ്ങനത്തെ അല്ല. ഈ മോഡലല്ല, നമ്മുടെ പഴയ മോഡലാ. അത് പറ്റില്ല, നോക്കി നോക്കട്ടെ. ഈ സാധനം അല്ല ചേട്ടാ. നിലവിലിപ്പോൾ നമ്മുടെ ഹാൻഡിൽ കിട്ടിയിട്ടുള്ളത് ഈ പുതിയ മോഡലാണ്. അത് നമുക്ക് പറ്റുമില്ല എന്നുള്ളത് അറിയില്ല. ഒരു ആഴ്ച തുറക്കണത് ഇപ്പുറത്തെ സൈഡാണ് തുറന്ന്. ഇതൊരു പുതിയ മോഡലിൻ്റെ ടൈപ്പ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മളുടെ ഇങ്ങനെയല്ല നിലവിലിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മളുടെ ഒറ്റ പീസാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. ഇല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോകണമെന്നോളം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ ഈ സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡോറ് വൈൻഡ് ചെയ്യുന്ന സംഭവം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ ഇതെന്താ പറയുന്നത്, ഗ്ലാസ് കയറ്റാൻ ഗ്ലാസ് വൈൻഡർ, ഈ സംഭവം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂ മോഡലിൻ്റെ ഹെഡ്ലൈറ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മുടെ ഹെഡ്ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഡിമ്മായിട്ട് തീരെ വെളിച്ചം കുറവാണ്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. പുതിയ മോഡലിൻ്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനത്തെയാണ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ആ ടൈപ്പാണ് ഞാൻ ചോദിച്ചത്. ഇതല്ലേ പുതിയ മോഡൽ എന്ന് പറയണേ? മറ്റത് അല്ല അല്ലേ? ഈ ടൈപ്പിന് 3100 പറഞ്ഞത് അല്ലേ, ഈ സാധാ ടൈപ്പിന്. അപ്പോൾ അതിന് വില കൂടും എന്തായാലും. ഇത് കണ്ടില്ലേ, ഇത് വേറെ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് വേണ്ട, എന്തായാലും മാറ്റുമ്പോൾ പുതിയ ടൈപ്പ് വയ്ക്കാം. ഇതിപ്പോൾ നമുക്ക് കാണിച്ചു തന്നത് ഈ ബ്രാൻഡാണ്. ഇതിനാണ് 3100 രൂപ. ഇതേപോലത്തെ ഹെഡ്ലൈറ്റിന് മാത്രം പറഞ്ഞ് ഇൻഡിക്കേറ്റർ കൂടാണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ടൈപ്പ് പുതിയ മോഡൽ കണ്ടിട്ട് വിളിച്ച് ചോദിക്കാൻ അതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈപ്പ് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വിളിച്ച് ചോദിച്ചു പോകട്ടെ. ആൾ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പ് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് ഇതേ സെയിം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഇത് ടൈപ്പ് Euro 6 ആണ് കേട്ടോ ഈ സാധനം. അപ്പോൾ ഇതിൽ Euro 6 ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇതേപോലെ ആക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചിലവ് വരും സംഭവം. പക്ഷേ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്, കാഴ്ചയിൽ നല്ല ബെസ്റ്റാണ്. അപ്പോൾ നോക്കി നോക്കട്ടെ ഇത് എന്ത് റേറ്റ് വരും, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കട്ടെ. അതുപോലെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റണം. നമ്മുടെയൊക്കെ ആകെ നാശമായി തുടങ്ങിയിട്ടുള്ള. അതുപോലെ മുകളിലെ വിൻഷീൽഡ് കുറേ സാധനങ്ങളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ വെക്കാനായിട്ട്. പിന്നെ ഒരു ഫോഗ് ലാമ്പ്, 2 ഫോഗ് ലാമ്പ് വെക്കണം. അല്ലാതെ ചില സാധനങ്ങൾ വെക്കാനുള്ളതുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള സംഭവം അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴയ മോഡലായതുകൊണ്ട് എല്ലാം ഓർഡർ ചെയ്തിട്ട് പണി ചിലപ്പോൾ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കില്ല. കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ താഴത്ത് ഫോഗ് ലാമ്പ് പിടിപ്പിച്ചാണ് കേട്ടോ. അതേപോലെ ഈ സൈഡിൽ ലൈറ്റ് പിടിപ്പിച്ചാണ് കേട്ടോ. ഇതൊക്കെ നമുക്കും അത്യാവശ്യമുള്ള സാധനം കേട്ടോ. ബാക്കൊക്കെ എടുക്കുമ്പോൾ രാത്രി ടയറൊക്കെ കാണാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ എന്തായാലും നമ്മുടെ വണ്ടിക്ക് ചെയ്യണം. ഒരാഴ്ച എടുത്ത് വന്നു ഗായ്സ്. ഞങ്ങൾ തിരിച്ച് വർക്ക്ഷോപ്പിലെത്തി കേട്ടോ. വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കുറച്ച് അല്ലറ ചില്ലറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഡ് ഗാർഡ് തട്ടി നിവർത്താനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇതിൽ 2 പ്രശ്നം ഉണ്ടായത്, നമ്മുടെ മിറർ ഇരുന്നായിരുന്നു ഇങ്ങനത്തെ ടൈപ്പായിരുന്നു. ഇത് ഈ സൈഡ് കണ്ടത് ഇങ്ങനൊരു വീതി കൂടിയ ടൈപ്പാണ് ഇരുന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തന്നുവിട്ട സാധനം മാറിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അത് മാറ്റി മേടിക്കാനായിട്ട് പോകണം. ഇത് സാധാരണ കണ്ടോ കുഞ്ഞ് ടൈപ്പാണ്, സാധാ വണ്ടികളുടെ ടൈപ്പാണ്.
ഇതിന് ബാക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ടൈപ്പ് ആവുമെന്ന് വെച്ചിട്ട് പോയി മേടിച്ചത്. പക്ഷെ അത് സംഭവം തെറ്റിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ ലിവർ വന്നിട്ടുണ്ടായിരുന്നു. ഹാൻഡിലിൻ്റെ ലിവറല്ല, പുറത്തുനിന്നുള്ള പിടി. അത് നമ്മൾക്ക് തന്നു വിട്ടത് ഈ ടൈപ്പാണ്. ഇത് കണ്ടു ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പ്. പക്ഷെ നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മറ്റേ പഴയ മോഡൽ ടൈപ്പാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെയാണ് നമ്മളുടെ പിടി. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ കാറുകളിലൊക്കെ പോലെ പൊക്കണ ടൈപ്പാണ്. അപ്പോൾ ഇതും ശരിയായില്ല. അപ്പോൾ 2 സാധനങ്ങൾ പണി പാളി. ഇനിയിപ്പോൾ ബാക്കി സംഭവം എന്താ ഇല്ല, എന്താ റെഡിയാണോ ഞാൻ ഓഫ് ചെയ്ത് എടുക്കണമായിരുന്നു. അപ്പോൾ നിലവിൽ എന്നിട്ട് എന്താ പറയുക, ഈ 2 സാധനങ്ങൾ ഇനിയിപ്പോൾ പോയി മാറ്റി മേടിക്കണം. ഇനിയിപ്പോൾ 3ാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോർ വൈൻഡറാണ്. ഇനിയിപ്പോൾ അതും ശരിയാവും ഇല്ല എന്നുള്ളത് അറിയില്ല. ഇത് ആദ്യം അറിയാണ്ട് ഫിറ്റ് ചെയ്തിട്ടോ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ഗ്ലാസ് കുഞ്ഞിതായി കഴിഞ്ഞപ്പോൾ ഈ ഗ്ലാസ് ഭയങ്കര വലുത്, അത് ചെറുതായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നോക്കി, അപ്പോഴാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള വൈൻഡർ. ഇനി ഇതിൽ ചെറിയ ഓൾട്രേഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുള്ളൂ. ലഘു ബേട്ട ഡയറക്റ്റ് അതേ സെയിം അല്ലല്ലോ. അപ്പോൾ അത് അതെ അല്ലേ. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമ്മൾ പഴയത് മാറ്റിയിട്ട് നമ്മൾ അതിന് ആക്കുക. രാജേഷേ, നിന്നോട് ആകെ ഒരു രാജേഷിനോട് ഇവിടുന്ന് പോകുമ്പോൾ ഗോപിയേട്ടൻ ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രൂ നീ മേടിക്കണമെന്ന്. ആ സ്ക്രൂ 6 ബോൾട്ട് ആ സാധനം മാത്രം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് മറന്നു അവൻ. എന്താടാ രാജേഷ്, നിനക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ മറവി കാരണം നിനക്ക് 0 മാർക്ക് കിട്ടിയത് ഇപ്പോഴും ശരിയായിട്ടില്ല അല്ലേ ഗൈസ്? തമാശയാണ് കേട്ടോ, അതൊക്കെ തമാശ പറയണതാണ് കേട്ടോ. പിന്നെ ഇതേ നോക്കിയാൽ നമ്മളുടെ ഇവിടെ വെൽഡിങ്, ഇലക്ട്രിക് വെൽഡിങ് ചെയ്തിട്ട് ഈ സാധനമൊക്കെ നിവർത്തി. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനൊക്കെ വിടിച്ചിടണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ബാറ്ററി പൊട്ടി തെറിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പീസ് വെക്കാണ്ടായിരുന്നു, ആ പീസ് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഹുക്കുകളും കംപ്ലീറ്റ് നിവർത്താനുള്ളതും സാധനങ്ങളൊക്കെ നിവർത്തി. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലത്തെ മഡ് ഗാർഡും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഇതും ലെവലടിച്ചു കറക്റ്റ് ചെയ്തു. ഇനി അപ്പുറത്തെ സൈഡിൽ ചെയ്തു എന്നുള്ളത് നോക്കി നോക്കാം. അപ്പുറത്തെ സൈഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വളഞ്ഞിട്ടായിരുന്നു ഇരുന്ന് അതിലെ പോകാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഗ്രില്ലൊക്കെ വേണം ശരിക്കും. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ടെസ്റ്റിന് വേണ്ടി ചെന്നപ്പോൾ വെഹിക്കിൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ നമ്പർ പ്ലേറ്റ് കാണാണ്ടും അതേപോലെ തന്നെ ഈ ബ്രേക്ക് ലൈറ്റ് കത്തണത് തെളിയുന്നത് കാണാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഗ്രില്ല് വെക്കണത്, ഇത് എന്താവശ്യത്തിലാണ് ഗ്രില്ല് വെക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞു, സാറേ കല്ല് വീണ് കഴിഞ്ഞാൽ ചില്ല് ബ്രേക്ക് ലൈറ്റ് പൊട്ടിപ്പോകും, അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആ ഗ്രില്ല് വേണ്ടാന്നാണ് മനസ്സിൽ തോന്നുന്നത്. എല്ലാ വണ്ടിയും അത് വെക്കേണ്ട സംഭവം. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആ സാധനം ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കാൻ മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ ഗോപേട്ട ഈ സൈഡിലെ മഡ്ഗാർഡ് കഴിഞ്ഞായിരുന്നോ? ഇല്ല, അതെ. അപ്പോൾ ഇനി ഈ സൈഡിൽ കൂടി ഒന്നുകൂടി ഇത് അടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ലെവൽ ചെയ്യാണ്ട്. ഇതൊക്കെ ആകെ പൊളഞ്ഞിരുന്നേ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോട്ടെ ഈ സൈഡിൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ ലെവൽ ചെയ്യാണ്ട് കറക്റ്റായിട്ടില്ല, ഫുൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള വർക്കുകളൊക്കെ കുറച്ച് ചെയ്ത് അവസാനിപ്പിക്കുക കേട്ടോ. പിന്നെ പഴയ വണ്ടി ആകുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഒരുപാട് ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് വേണം. ഇപ്പോൾ തന്നെ സാധനങ്ങൾ മേടിച്ചത് വളരെ ചെറുത്. ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മസ്റ്റാർഡൊക്കെയാണെങ്കിൽ 100 രൂപയുള്ളൂ. ഇതിപ്പോൾ മേടിച്ചുകൊണ്ടുവന്ന സാധാ ടൈപ്പ് സാധനത്തിന് 600 രൂപ 500 രൂപ കണ്ട വില. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വലിപ്പം കൂടിയതാണ് ഇപ്പോൾ നമ്മൾ മേടിക്കാൻ പോകണം. അപ്പോൾ അതിന് എത്ര രൂപ? അതുപോലെ ഡോറിൻ്റെ ലോക്കിന് 400 രൂപ വില. വെറുതെ പുറത്തത്തെ ഇതിന് മാത്രം. മറ്റേന് 1760 രൂപ ഉള്ളിലത്തെ ഗ്ലാസ് വൈൻഡർ ഉണ്ടല്ലോ, ആ സംഭവത്തിൽ എല്ലാത്തിനും ജാതി വില കൂടുതലായിട്ട്. ഈ ഭാരത് ബെൻസ് എന്ന് പറയുമ്പോൾ ടാറ്റ അല്ലെങ്കിൽ ലേലിൻ്റെയൊക്കെ ആണെങ്കിൽ 100 രൂപയിൽ തീരുന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനൊക്കെ ഇത്രയധികം പൈസ വരുന്നത് ഇരട്ടിയല്ല, 4 ഇരട്ടി പൈസ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ആകെ വില കുറഞ്ഞൊരു സാധനം കിട്ടിയത് അതിൻ്റെ ഗ്ലാസ് കയറ്റുന്ന സാധനം ഉണ്ടല്ലോ, എന്നിട്ട് അതിന് പറയുക വൈൻഡറിൻ്റെ ആ ഒരു ചെറിയ സംഭവമുണ്ട്, അത് മാത്രമാണ് 100 രൂപയുള്ളൂ. ബാക്കി എല്ലാ സാധനത്തിനും നല്ല വിലയാണ്. എന്താ കാര്യം സൂട്ടാവുമോ? അപ്പോൾ ഓരോന്ന് ഞങ്ങളിങ്ങനെ ചെയ്ത് പഠിക്കാൻ. ഇനി അടുത്ത ദിവസം കുറേ വീണ്ടും അല്ലാതെയുള്ള പണികളുണ്ട് കേട്ടോ. ബോഡി ഒന്ന് അടുപ്പിക്കാനുണ്ട്, കാരണം ചെറുതായിട്ട് മലച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. പിന്നെ ഈ ടയർ മാറ്റി ഈ സ്റ്റെപ്പിനായിട്ട് വെക്കണം, സ്റ്റെപ്പിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കണം. കുറേ പണികളുണ്ട് കേട്ടോ ഗായ്സ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് വൈൻഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പൊന്തിച്ച് കയറ്റിയിട്ടേക്കാണ്. അത് ഇനി ഇറക്കണില്ല, ഇനി അത് ഉണങ്ങിയിട്ട് വേണം നിലവിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കടാ ഒരു മിനിറ്റ്. നമ്മൾ നിലവിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ബോഡി മലച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സംഭവം അവിടെ ഇതിലൊരു പീസ് വെച്ചു, അതേപോലെ ബാക്കിൽ പീസ് വെക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ തുറന്നു. ഇത് തുറക്കാൻ ചെറിയ പാട് പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഈ ഒരു ലോക്ക് ഇവിടെ
ഇടാൻ പറ്റാണ്ട് അവർ ഇപ്പുറത്തേക്കടെ കുളത്തിൽ കെട്ടിയിട്ടൊക്കെ ഇട്ടിട്ടാണ് നേരത്തെ ഫുൾ ലോഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അന്ന് വണ്ടി പോയ സമയത്ത് കെട്ടി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയ റിസ്ക്കാണ്. കൂടി അങ്ങനെ തുറന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിട്ടുള്ള സ്ഥലത്ത് ഇതിൽ നമ്മൾ ഇത് കുറച്ചുകൂടി ഇവിടെ ഒരു 1 ഇഞ്ചിൻ്റെ അടുത്ത് ഗ്യാപ്പുണ്ട്. അത് ഈ സൈഡും ആ സൈഡും കൂടിയിട്ട് അടുപ്പിക്കണം. അപ്പോൾ ആ പരിപാടിയുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ പീസ് വെക്കാനുണ്ട്. കണ്ടോ, ഒരു കുഞ്ഞൊരു കഷ്ണം പൊട്ടിയിട്ടുണ്ട്. പിന്നെ സിമെൻറ്റ് കുത്തി കളയാനുള്ളത്. ഇതിലൊക്കെ സിമെൻറ്റ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതുകൊണ്ട് സിമെൻറ്റ് കുത്തി കളയാനുള്ളതാണ് ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്ത് പറഞ്ഞ് ഇന്ന് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ എല്ലാം ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയുള്ളൂ. ഇതൊന്നും കറക്റ്റ് ചെയ്യലും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എവിടെയോ ഒരു പീസ് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ എവിടെയോ പുറത്തൊന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെറുതായിട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർന്നു. ഈ നേരെ രാജേഷിനെ കൊണ്ടുവരണം. ആ വീട്ടിൽ പോകണം, വയ്യാണ്ടായി. പിന്നെ ആ വീട്ടിലെ സാധനം തിരിച്ചുകൊണ്ട് കൊടുക്കണം. ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വെച്ചാൽ സമയം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സംഭവം ചെയ്ത് പൂജയ്ക്കുള്ള കേട്ടോ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ. കാഴ്ച നീ ബൈ പറഞ്ഞായിരുന്നോ? നീ ബൈ പറഞ്ഞായിരുന്നോ? അപ്പൊ ശരി, നാളെ കാണാം. ബൈ. ഇത് ചൂര രാജേഷ, ചൂരയാണോ മേടിക്കണേ? അതാ അമ്പൂരിക്ക് ചാളയാ? രാജേഷിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ എന്താ പറയുക മീനുകളിലൊക്കെ കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ സംഭവം വന്നപ്പോൾ മേടിക്കാൻ വന്ന മീൻ എന്നിട്ടായിരുന്നു എന്നറിയോ? ആ ചുമപ്പ് മീൻ, അതിൻ്റെ പേരെന്താ? ചെമ്പല്ലി. പക്ഷേ ചെമ്പല്ലി സംഭവം കഴിഞ്ഞു പോയി. ഇപ്പോൾ ഉള്ളത് ചൂരയും അതുപോലെ തന്നെ ചാളയും പിന്നെ ആവോലിയൊക്കെയാണ് നിലവിലുള്ളത്. അപ്പോൾ രാജേഷ് ചാള മേടിച്ചോ? ചൂര ചാള എന്ന് പറയരുത്, ചൂര എന്ന് പറയാൻ. നമുക്ക് ഇഷ്ടപ്പെട്ട മീനില്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ ഞാനത് മേടിച്ചില്ല കേട്ടോ വയസ്സ്. ഞാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. പെരിഞ്ഞിലുണ്ടല്ലോ. പെരിഞ്ഞില് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ പെരിഞ്ഞില്. അപ്പോൾ പോവാന്നാ. ചാള മേടിച്ചില്ലേ അമ്പൂരിക്ക്? ചേട്ടൻ അടുത്ത ദിവസം നല്ല അടിപൊളി മീനുകൾ കൊണ്ടുപോകാം. എന്നിട്ട് വേണം എനിക്ക് മേടിക്കാനായിട്ട്. മറ്റേ ഇത് വേണം. പോവാ. തെരണ്ടിയൊക്കെ ജാതി എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. തെരണ്ടി, സ്രാവ്. ചൂരൊന്നും ഇഷ്ടമില്ല. ആകെ സ്രാവ് തെരണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കൊണ്ടു കൊടുക്കാനാ? ലൈൻ സപ്ലൈ ഉണ്ടോ? ഇല്ല, വെറുതെ പറയണതല്ലേ. ഈവൻ ഓരോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ. സംഭവം മീനുകളുണ്ട്. അപ്പോൾ ആബോലി വേണ്ടെന്ന് വെച്ചു. തൊലി പൊളിക്കുന്നത് കാണിച്ചു തരാമെന്ന് നോട്ടെ. സിമ്പിൾ മെത്തേഡാണ്. നമ്മളൊരു ദിവസം മുഴുവൻ ഇരിക്കണം തൊലി പൊളിക്കാൻ അല്ലേ? ഞങ്ങള് പറയണ്ട. അതെ മീൻ കൊടുത്താൽ അതെ, ഇവനൊരാഴ്ച കൊണ്ട് ശരിയാക്കില്ല. എന്നിട്ടാണ് ചേട്ടാ അടുത്ത ദിവസം വരാം കേട്ടാ. രാഴ്ച കൊടുത്തില്ലേ ചാള? മതി, അവൻ കഴിക്കട്ടെ. ശരി എന്നാ.